Good evening, all. I hope my voice is clear and I'm audible properly. Audible, Anna? Yes, ma'am. Okay. The screen is also visible. Hope everything is fine. Okay. Last class, we have discussed about persons. Persons and the topic we discuss it. And അതിന്റെ ജസ്റ്റ് ഒരു ഓവർവ്യൂ പോലെ അതിന്റെ ഒരു പെരിഫറൽ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന നമ്മളുടെ ഒരു എന്താ പറയാ ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് എല്ലാം നമ്മൾ എന്താ പറയാ എല്ലാം നോക്കിയിട്ട് പോയി. ഇന്ന് നമ്മൾ ആ ഒരു ടോപ്പിക്ക് കുറച്ചും കൂടി ഒരു ഡെപ്തിലാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, കുറച്ചും കൂടി ആഴത്തിലാണ് നമ്മൾ ഓരോരോന്ന് പോകുന്നത്. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം ക്ലാസ്സിൽ ഇരുന്നവർക്ക് ശരിക്കും അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ശരിക്കും പഠിച്ചതിന്റെ ഒരു റിവിഷൻ ആണിത്. ശരിക്കും പറയുകയാണെങ്കിൽ സെയിം കോൺസെപ്റ്റ് ഒക്കെ തന്നെയാണ്, പക്ഷെ നമ്മൾ ഒന്നും കൂടി എന്താ ചെയ്യാണ്, വി ആർ ഡിഗിങ് ഡീപ്പർ ഇൻ ടു ദാറ്റ്. ഓക്കെ, if it's fine for you, you can please switch on your cameras. Okay, എനിക്ക് ക്ലാസ് എടുക്കാൻ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, if you are also comfortable with the same, fine. Okay, I hope we can start now. അപ്പം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൂ ഈസ് എ പേഴ്സൺ. നമ്മൾ എപ്പോഴും ഒരാളുടെ പേഴ്സൺ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് വി കോൾ ദം ആസ് ഒരു എൻറ്റിറ്റി ആണ് വി കോൾ, അല്ല? അല്ലെങ്കിൽ ഒരു പേഴ്സൺ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ലോ എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച്, അല്ലെ? ലോ എന്നതിന് നമ്മളൊരു ഹോളിസ്റ്റിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ വി നോ ദാറ്റ് നിയമം എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? നമ്മൾ ഒറ്റ വാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ആണ്, അല്ലെ? ഇപ്പം നമുക്കൊരു സിമ്പിൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ഗിവിംഗ് അസ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ്. നമുക്ക് നമ്മുടെ രാജ്യത്തിനോട് തിരിച്ചും കുറെ ഡ്യൂട്ടീസ് ഉണ്ട്, അല്ലെ? നമ്മൾ ടാക്സ് അടയ്ക്കുന്നുണ്ട്, പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അപ്പം ഇത് ശരിക്കും പറയണമെങ്കിൽ ഒരു റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പം ഈ ഒരാൾക്ക് റൈറ്റ് അല്ലെങ്കിൽ ഒരാൾക്ക് ഡ്യൂട്ടി എപ്പോഴാണ് വരിക, അല്ലെങ്കിൽ റൈറ്റ് ആൻഡ് ഡ്യൂട്ടീസ് വരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് എക്സിസ്റ്റ് ഓൺലി ഇഫ് ദ സബ്ജക്ട് ഹാസ് എ ലീഗൽ കപ്പാസിറ്റി. ആ റൈറ്റും ഡ്യൂട്ടിയും ഇപ്പൊ ആർക്കാണോ ആ റൈറ്റ് അല്ലെങ്കിൽ ആർക്കാണോ ആ ഡ്യൂട്ടി, ദാറ്റ് സബ്ജക്ട് ഹാസ് ഗോട്ട് എ ലീഗൽ കപ്പാസിറ്റി. അവരെ നമ്മൾ നിയമത്തിന്റെ മുന്നിൽ ഒരു പേഴ്സൺ ആയിട്ട് അല്ലെങ്കിൽ ഒരു എൻറ്റിറ്റി ആയിട്ട് എന്താ പറയാ ഒരു ലീഗലി അയാൾ കേപ്പബിൾ ആയിട്ടുള്ള ഒരു കപ്പാസിറ്റി നമ്മൾ കൊടുക്കണം. എങ്കിൽ മാത്രമേ എന്താവുള്ളൂ, ഈ റൈറ്റും ഡ്യൂട്ടിയും തമ്മിലുള്ള ഒരു സംഭവം അവിടെ, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് അവിടെ നമുക്ക് ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഫൈൻ. അപ്പം നമ്മൾ നിയമത്തിന്റെ മുന്നിൽ എ പേഴ്സൺ എന്ന് നമ്മൾ വിളിക്കുന്നത് ബേസിക്കലി ഹി ഈസ് എ എനി ബീങ്, അല്ലെങ്കിൽ ഹി ഈസ് എൻ എൻറ്റിറ്റി എന്ന് നമുക്ക് പറയാം, ഹൂ റെക്കഗ്നൈസസ് ഓർ ഹൂ ഈസ് കേപ്പബിൾ ഓഫ് ഹാവിംഗ് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. റൈറ്റ്സും ഡ്യൂട്ടീസും കേപ്പബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ അതിനെ റെക്കഗ്നൈസ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരാളിനെയാണ് നമ്മൾ പേഴ്സൺ എന്ന് പറയാം. ലാസ്റ്റ് ക്ലാസ്സിൽ ഐ ഹാവ് ഓൾറെഡി ടോൾഡ് യു പേഴ്സൺ ഇസ് നോട്ട് ജസ്റ്റ് എ ഹ്യൂമൻ ബീങ് മാത്രമല്ല, പക്ഷെ വി ഹാവ് ലീഗൽ ഓർ ജൂറിസ്റ്റിക് പേഴ്സൺസ് ഒക്കെ ഉണ്ട്. അപ്പോൾ വിൽ കം ടു ദാറ്റ്. നൗ when you look at the term person എന്നൊരു ടേം നിങ്ങൾ നോക്കി കഴിയുകയാണെങ്കിൽ ഇറ്റ് കംസ് ഫ്രം എ ലാറ്റിൻ വേർഡ്. ഒരു ലാറ്റിൻ വേർഡ് നിന്നാണ് ഇത് വരുന്നത്. ഓക്കെ, പേഴ്സണ എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വേർഡ് നിന്നാണ് ഇത് വരുന്നത്, വിച്ച് മീൻസ് എ മാസ്ക് ഓർ റോൾ. ഒരു മാസ്ക് അല്ലെങ്കിൽ റോൾ ആണ്. അതായത് ഇപ്പൊ നമ്മളൊരു മാസ്ക് ഇടുക അല്ലെങ്കിൽ ഒരു റോള് പ്ലേ ചെയ്യുക. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു മാസ്കിന്റെ പിന്നിൽ ഒരു ക്യാരക്ടർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു റെപ്രസെന്റേറ്റീവ് ഉണ്ട്, ഒരാളുണ്ട്. അങ്ങനെയൊക്കെയുള്ളൊരു മീനിങ് ആണ്. ദർ ഇസ് എ ക്യാരക്ടർ ബിഹൈൻഡ് ദ മാസ്ക്. ഓക്കെ, അപ്പൊ ഒരു പേഴ്സൺ എന്നതിനെ നമുക്ക് ഒരു മാസ്ക് ആയിട്ട് അല്ലെങ്കിൽ ഒരു റോൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്താ പറയാ ഒരു റെപ്രസെന്റേഷൻ ഉണ്ട്. ഓക്കെ, അങ്ങനെയൊക്കെയാണ് ഒരു മീനിങ് വരുന്നത്. ഓക്കെ, അതിന്റെ ലിറ്ററലി അത് എക്സാക്ട് അത് മീൻ അല്ലെങ്കിൽ കൂടി ഇറ്റ് മീൻസ് ദാറ്റ് ഒരു മാസ്ക് അല്ലെങ്കിൽ ഒരു റോൾ എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ഇനി റോമൻ ലോയിൽ, അപ്പൊ ഗ്രീക്കിലാണ് ഇത് ഒരു മാസ്ക് എന്നുള്ള ഒരു സംഭവത്തോട് ഉപമിക്കുന്നത്. വെൻ യു കം ടു റോമൻ ലോ, ഓക്കെ, റോമൻ ലോയിൽ ഇത് വരുമ്പോൾ ഇറ്റ് റെഫർ ടു എനി ഹ്യൂമൻ ബീങ് റെക്കഗ്നൈസ്ഡ് ബൈ ലോ ഫോർ ലീഗൽ റിലേഷൻ. അപ്പം ദാറ്റ് ഇസ് ജസ്റ്റ് കൺഫൈൻഡ് ടു ഹ്യൂമൻ ബീങ്. ഓക്കെ, റോമൻ ലോയിൽ വരുമ്പം ഹ്യൂമൻ ബീങ്ങിലോട്ട് മാത്രമാണ്. പക്ഷെ അതില് വേറെ ഒരു കാര്യം ദാറ്റ് യു ഹാവ് ടു നോ, ഇത് ജസ്റ്റ് നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഇതൊക്കെ നിങ്ങൾക്ക് പ്രോപ്പർലി ക്ലിയർ ആയാൽ മാത്രമേ ഈ പേഴ്സൺ എന്ന് പറയുന്ന കോൺസെപ്റ്റ് നിങ്ങൾക്ക് അത്രയും കോൺക്രീറ്റ് ആയിട്ട് വരുള്ളൂ. ദാറ്റ്സ് വൈ ഐ ആം ലൈക്ക് ഇൻക്ലൂഡിങ് ദീസ് ഓൾ ബിറ്റ്സ് ആൻഡ് പോയിന്റ്സ് ആൻഡ് എവരിതിങ്. അപ്പൊ നമ്മൾ എന്താ ശരിക്കും പറഞ്ഞത്, ലീഗൽ റൈറ്റ്സ് ഡ്യൂട്ടീസ് ഉള്ള ഒരു എൻറ്റിറ്റി ആണ് വി കോൾ ഇറ്റ് ആസ്
അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തിന്റെ ഡെഫിനിഷനിലേക്ക് ഉൾപ്പെടുത്തുന്നത്? പേഴ്സൺ എന്ന് പറയുന്ന ഡെഫിനിഷനിലേക്ക് ഉൾപ്പെടുത്തുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. നൗ ഇതിൽ ഏറ്റവും ഒരു രസകരമായ അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഉള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ റോമൻ ലോയില് ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പറഞ്ഞു, റോമൻ ലോ ബേസിക്കലി നമ്മൾ പറഞ്ഞത് എന്താ, ഹ്യൂമൻ ബീങ്സിനെ മാത്രമാണ് അവർ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ പേഴ്സൺ എന്നതിനോട് അവർ ഹ്യൂമൻ ബീങ്സ് എന്ന കാറ്റഗറി മാത്രമേ അവർ എന്ത് ചെയ്തിട്ടുള്ളൂ, ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ആൻഡ് ഓൾസോ സ്ലേവ്സ് വർ നോട്ട് കൺസിഡർ. ഓക്കെ, അന്നത്തെ കാലത്ത് ഈ സ്ലേവ് സിസ്റ്റം ഒക്കെ ഉള്ള ഒരു കാലഘട്ടമാണ്. അന്ന് സ്ലേവ്സിന് എന്താക്കിയിട്ടില്ല, സ്ലേവ്സ് വർ നോട്ട് പേഴ്സൺസ്. കാരണം ദേ ഹാഡ് നോ ലീഗൽ റൈറ്റ്സ്. സ്ലേവ്സിന് അവിടെ ലീഗൽ റൈറ്റ്സ് ഇല്ലായിരുന്നു. അതുകൊണ്ട് കാരണം സ്ലേവ്സിന് അങ്ങനെ റൈറ്റ്സോ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താക്കിയിട്ടില്ല, അവരെ ഒരു പേഴ്സൺസ് ആയിട്ട് റോമൻ ലോയിൽ കണക്കാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, പിന്നെ ഇനി ദോസ് വിതൗട്ട് റീസൺസ് ലൈക്ക് ഇൻഫൻസ് അല്ലെങ്കിൽ പേഴ്സൺസ് ഓഫ് അൺസൗണ്ട് മൈൻഡിന് അവർക്ക് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ ലൈക്ക് ദേ വർ ലൈക്ക് ട്രീറ്റഡ് ആസ് എ പേഴ്സൺ വിത്ത് അല്ലെങ്കിൽ ആസ് ഹാവിംഗ് വിത്ത് ലിമിറ്റഡ് പേഴ്സണാലിറ്റി ആയിരുന്നു. അപ്പൊ ഇന്നും നമ്മൾ നിയമത്തിൽ നോക്കി കഴിയുകയാണെങ്കിൽ ഇൻഫൻസ്ഡ് ആണെങ്കിലും പേഴ്സൺസ് ഓഫ് അൺസൗണ്ട് മൈൻഡ് ആണെങ്കിൽ കൂടിയിട്ടും അവർക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി അവർക്ക് കൊടുക്കുന്നുള്ളൂ അല്ലെ, എല്ലാ റൈറ്റ്സും അവർക്ക് കൊടുക്കുന്നില്ല. അപ്പം അവരിതിൽ ഒരു ഇളവുകളുണ്ട്, റൈറ്റ്. അപ്പം നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ വി ക്യാൻ കോൾ എ പേഴ്സൺ അല്ലെങ്കിൽ പേഴ്സൺ എന്നുള്ളത് ഇറ്റ്സ് എ ലീഗൽ യൂണിറ്റ്, ഓർ വി ക്യാൻ കോൾ ഇറ്റ് എ ലീഗൽ എൻറ്റിറ്റി where rights and duties attached. റൈറ്റ്സും ഡ്യൂട്ടീസും അറ്റാച്ച് ചെയ്യപ്പെട്ട ഒരു എൻറ്റിറ്റിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പേഴ്സൺ എന്ന് വിളിക്കുന്നത്. ആൻഡ് പ്ലീസ് റിമെമ്പർ, ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് എ ഹ്യൂമൻ ബീങ്സ് വെൻ യു കം ടു ലോ, ബട്ട് ഓൾസോ നമ്മൾ അല്ലാത്ത പേഴ്സണാലിറ്റീസിനെയും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അവരെ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ അവരെ വീണ്ടും ദേ ഹാവ് ടു മീറ്റ് സർട്ടൻ കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. വിൽ ഡിസ്കസ് ദാറ്റ് ഇൻ ദിസ് സെഷൻ. ഓക്കെ, ഐ ഹോപ്പ് ദ ഇൻട്രൊഡക്ടറി പാർട്ട് ഇസ് ക്ലിയർ ആണല്ലോ. ഇനി when we come to definition, PSC has a habit of asking definition തന്നിട്ട് ഇത് ആരാ പറഞ്ഞതെന്നൊക്കെ അവർ ചോദിക്കാറുണ്ട്. ഓക്കെ, സോ definition is also very important. അവർ definition തന്നിട്ട് ഇത് ആരാ പറഞ്ഞതെന്ന് have seen them asking. ഓക്കെ, അപ്പം ഇതില് നിങ്ങൾ ഏകദേശം ഒരു ലൈനിൽ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നിങ്ങൾ ഇത് കറക്റ്റ് ആയിട്ട് ആരാ പറഞ്ഞത് എന്നുള്ളൊരു ഐഡിയെങ്കിലും നിങ്ങൾക്ക് വേണം. ഓക്കെ, അപ്പൊ സാൽമൺ പറഞ്ഞിട്ടുള്ളത്, സാൽമൺ said a person is any being whom the law regards as capable of rights and bound by legal duties. സാൽമൺ പറഞ്ഞിട്ടുള്ളത് a person is any being, ഒരു being അല്ലെങ്കിൽ who has whom the law regards as, നിയമം ആ ഒരു പേഴ്സണ് അല്ലെങ്കിൽ ആ ഒരു ബീയിങ്ങിന് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്, അവർക്ക് റൈറ്റ്സ് ഉണ്ട്, കേപ്പബിൾ ഓഫ് റൈറ്റ്സ് ആണ്, ആൻഡ് അവർ ബൗണ്ട് ബൈ ലീഗൽ ഡ്യൂട്ടീസ് ആണ്. ലീഗൽ ഡ്യൂട്ടീസ് അവർ ബൈൻഡഡ് ആണ് അല്ലെങ്കിൽ അവർ ബൗണ്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ബീയിങ്സിനെയൊക്കെ സാൽമൺ പേഴ്സൺ ആയിട്ടാണ്, ഐ മീൻ ഹി കാറ്റഗറൈസ്ഡ് ഓർ കോൾഡ് ദം ആസ് പേഴ്സൺ. ഓക്കെ, അപ്പൊ സാൽമൺ പറയുന്നത് നമുക്ക് ഇപ്പൊ തന്നെ പഠിച്ചിട്ട് പോവാം. യു ക്യാൻ ലേൺ അലോങ് വിത്ത് മീ. എന്താണ് സാൽമൺ പറഞ്ഞത്? A person is any being. He used the term being. The APP examiner, since it is MCQ, ഇതിപ്പോ ബൈ ഹാർട്ട് പഠിക്കേണ്ട ഈ ലൈന് മൊത്തം. പക്ഷെ ഈ ഒരു ഡെഫിനിഷൻ ആര് പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മൾ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് a person is being whom the law regards as capable of rights and bound by legal duties. നിയമം അയാളെ റിഗാർഡ് ചെയ്യാണ് അല്ലെങ്കിൽ നിയമം അയാളെ കാണുന്നു എങ്ങനെ, കേപ്പബിൾ ഓഫ് റൈറ്റ്സ്, ഹി ഈസ് റൈറ്റ്സിന് അല്ലെങ്കിൽ റൈറ്റ്സ് ഉള്ള ഒരാളാണ്, ഹി ഈസ് കേപ്പബിൾ ഓഫ് റൈറ്റ്സ് ആൻഡ് ഹി ഈസ് ബൗണ്ട്, അയാൾക്ക് പല ലീഗൽ ഡ്യൂട്ടീസും ഉണ്ട്, അതും അയാൾ ചെയ്യാൻ അയാൾ ബൈൻഡഡ് ആണ്. അങ്ങനെയുള്ള ഒരു എൻറ്റിറ്റി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ബീയിങ്, ഹി യൂസസ് ദ ടേം ബീയിങ്, സാൽമൺ എന്ന് വിളിക്കുന്നത്, പേഴ്സൺ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണോ? ഇസ് ദാറ്റ് ക്ലിയർ? ഇതിലിപ്പോ നമുക്കിപ്പോ കുറെ സാൽമൺ പറഞ്ഞത് ഇപ്പൊ നമുക്ക് കുറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളത് വീണ്ടും വീണ്ടും വായിച്ച് നമ്മളെ ബ്രെയിനിലോട്ട് അത് ഫീഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിൽ വേണമെങ്കിൽ യു ക്യാൻ യൂസ് ഇത് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ വായിക്കുമ്പോഴാണ് നമുക്ക് ഒന്നും കൂടി ഇത് പ്രോപ്പർലി ബ്രെയിനിൽ നിൽക്കും. മെമ്മറി, അതായത് നമ്മളെ മുന്നിൽ ആൻസർ ഉണ്ട് ഓൾറെഡി. ഈ MCQ എക്സാംസിന്റെ ഏറ്റവും വലിയൊരു നമ്മള് പറയുമല്ലോ, ഇറ്റ് ഇസ് എ സ്വാഡ്, അല്ലെങ്കിൽ നമ്മൾ പറയില്ല അതിന് രണ്ട് സൈഡും ഉണ്ട്. അതായത് ഒറ്റയ്ക്ക് നമുക്ക് പോവാനും പറ്റും, ഒറ്റയ്ക്ക് മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. ഡബിൾ എഡ്ജ്ഡ് സ്വാഡ് ആണ്. യെസ്, ദാറ്റ് ഇസ് എ വേർഡ്. ഡബിൾ എഡ്ജ്ഡ് ആണ്. ഒരു എഡ്ജ് വളരെ സ്മൂത്ത് ആണ്, ഒരു എഡ്ജാണ് എന്ത് ഭയങ്കര ഷാർപ്പ് ആയിട്ടുള്ളത്. അപ്പം ഈ MCQ എക്സാംസിന്റെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒന്നും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, നമ്മളെ മുന്നിൽ ആൻസർ ഉണ്ട്. ആക്ച്വലി ആ 4 ഓപ്ഷൻസിൽ ആൻസർ ഉണ്ട്.
അപ്പം നമ്മൾ നന്നായിട്ട് വായിച്ചിട്ടുള്ള നന്നായിട്ട് ചെയ്തിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ആൻസറിലേക്ക് കറക്റ്റ് എത്തും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു മിഡിലൊന്നും നമ്മൾ നിൽക്കരുത്. മിഡിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ തെറ്റായിട്ടുള്ള ആൻസറിലേക്ക് വരും. ഇതിപ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇത് ആരുടെ ഡെഫിനിഷൻ ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പഠിച്ച ഒരാൾക്ക്, സാൽമണ്ടിന്റെ ഡെഫിനിഷൻ പഠിച്ച ഒരാൾക്ക്, സപ്പോസ് നമ്മളെ ക്വസ്റ്റ്യൻ സാൽമണ്ടിന്റെ ക്വസ്റ്റ്യൻ ആണ്, ഈ ഒരു ഡെഫിനിഷൻ ആണെന്നുണ്ടെങ്കിൽ a person is any being whom the law regards as capable of rights and bound by legal duties എന്ന് പറയുമ്പോൾ അത് എന്താണ്, നമുക്ക് ആ ഓപ്ഷൻസ് വായിക്കുന്ന സമയത്ത് ഇത് പഠിച്ചിട്ടുള്ള ഒരാളുടെ കൈ ഓട്ടോമാറ്റിക്കലി അങ്ങോട്ടേക്ക് പോകും, സാൽമണ്ടിന്റെ അടുത്തേക്ക് പോകും. ഓക്കെ, അപ്പം അത് കറക്റ്റ് ആയിട്ട് ആൻസറിലേക്ക് എത്തണം. നിങ്ങൾ ഗസ് അടിച്ചിട്ട് കുറെ നെഗറ്റീവ്സ് വരുത്തരുത്. ഓക്കെ, അപ്പൊ ഇത് പഠിക്കുന്നത് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് പഠിച്ചാൽ മതി. ഓക്കെ, ഇനി സാവിഗ്നിയെ പറ്റി നമ്മൾ നോക്കുന്ന സമയത്ത് സാവിഗ്നി ഡിഫൈൻസ് ദ ടേം പേഴ്സൺ ആസ് എ സബ്ജക്ട്. ഇദ്ദേഹം റൈറ്റിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് സാവിഗ്നി ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ളത്. സാവിഗ്നി ഏത് സ്കൂളിന്റെ പ്രൊപ്പൗണ്ടർ ആണെന്ന് അറിയോ? സാവിഗ്നി ഏത് സ്കൂളിന്റെ പ്രൊപ്പൗണ്ടർ ആണ്? ജൂറിസ്പ്രുഡൻസിൽ നമ്മൾ ഹിസ്റ്റോറിക്കൽ സ്കൂൾ. യെസ്, ഗുഡ്. ഹിസ്റ്റോറിക്കൽ സ്കൂളിന്റെ പ്രൊപ്പൗണ്ടർ ആണ് സാവിഗ്നി എന്ന് പറയുന്നത്. ഓക്കെ, സാവിഗ്നി ഡിഫൈൻസ് ദ ടേം person as a subject or bearer of right. ഒന്നില്ലെങ്കിൽ ആ റൈറ്റിന്റെ സബ്ജക്റ്റ് ആണ്, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ആ റൈറ്റ് ബെയർ ചെയ്യുന്ന ആർക്കാണോ ആ റൈറ്റ് ഉള്ളത് അയാളിനെയാണ് നമ്മൾ പേഴ്സൺ എന്ന് വിളിക്കുന്നത്. സോ സാവിഗ്നി അദ്ദേഹത്തിന്റെ ഡെഫിനിഷൻ ഹി ജസ്റ്റ് കൺഫൈൻ ടു എന്താ പറയാ, റൈറ്റിനോട് ആർക്കാണോ റൈറ്റ് ഉള്ളത് അയാളിനെ എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. റൈറ്റിന്റെ ഭാഗം മാത്രമേ ഇവിടെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. ഹി ഹസ് നോട്ട് ടച്ച് ദ പാർട്ട് ഓഫ് ഡ്യൂട്ടീസ്. ഫൈൻ. ഇനി നെക്സ്റ്റ് നമ്മൾ ഗ്രേന്റെ ഡെഫിനേഷനിലോട്ടാണ് പോകുന്നത്. ഗ്രേ പറയുന്നത് എ പേഴ്സൺ ഇസ് എൻ എൻറ്റിറ്റി ടു വിച്ച് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് മേ ബി ആട്രിബ്യൂട്ടഡ്. ഓക്കെ, എ പേഴ്സൺ ഇസ് എൻ എൻറ്റിറ്റി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞൊരു ജനറൽ ഡെഫിനേഷൻ ആയിരുന്നു. എ പേഴ്സൺ എന്ന് പറയുന്നത് ഹിസ് എൻ എൻറ്റിറ്റി ടു വിച്ച് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് മേ ബി ആട്രിബ്യൂട്ടഡ്. റൈറ്റ്സും ഡ്യൂട്ടീസും ആട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്ന ഒരു പേഴ്സണെയാണ്, ഒരു എൻറ്റിറ്റിയാണ് വി കോൾഡ് ആസ് പേഴ്സൺ എന്നാണ് ഗ്രേ പറഞ്ഞിട്ടുള്ളത്. സിമ്പിൾ ഡെഫിനേഷൻ. ഇത് വലിയ വ്യത്യാസങ്ങളൊന്നും ഈ ഡെഫിനേഷനിൽ അധികമില്ല. നിങ്ങൾ നോക്കി കഴിയുകയാണെങ്കിൽ സാൽമണ്ട് ബീങ് എന്നുള്ള ഒരു വാക്കിലൂടെ അല്ലെങ്കിൽ അത് കാണുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. സാവിഗ്നി റൈറ്റ്സിനോട് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്, അല്ല, ഹി ഹാസ് നോട്ട് ടച്ച് ദ പാർട്ട് ഓഫ് ഡ്യൂട്ടീസ്. പിന്നെ ഗ്രേ പറഞ്ഞിട്ടുള്ളത് എ പേഴ്സൺ ഇസ് എൻ എൻറ്റിറ്റി ടു വിച്ച് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് മേ ബി, ഒരു എൻറ്റിറ്റി എന്നുള്ള ഒരു കോൺസെപ്റ്റിനോടാണ് ഗ്രേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നൗ Austin. Next we are going to study about Austin. Okay, Austin is from which school? Analytical. Yes, Austin is a proponent of analytical school എന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ we call it as positivist school എന്നൊക്കെ പറയും. Okay, law is the command of sovereign backed by sanction എന്നാണ് ആ ഒരു സ്കൂളിന്റെ അവരെ മുന്നോട്ട് വെക്കുന്ന ആശയം. Okay, you will study it in jurisprudence. ഞാനത് ജസ്റ്റ് ചോദിച്ചതാണ്. Okay, അപ്പൊ ഓസ്റ്റിൻ എന്ന് പറയുന്ന ആള്, ജൂറിസ്റ്റ്. ഓക്കെ, അദ്ദേഹം പേഴ്സൺ എന്നതിനെ ഡിഫൈൻ ചെയ്യുന്നത് ഇൻക്ലൂഡ്സ് ഫിസിക്കൽ ഓർ നാച്ചുറൽ പേഴ്സൺ ഇൻക്ലൂഡിംഗ് എവറി ബീങ് വിച്ച് ക്യാൻ ബി ഡീംഡ് ഹ്യൂമൻ. ഹ്യൂമൻ എന്നുള്ള കാറ്റഗറിയിലേക്ക് വീണ്ടും അദ്ദേഹം എന്ത് ചെയ്യാണ്, കൺഫൈൻ ചെയ്ത് വരികയാണ്. ഓക്കെ, അദ്ദേഹം കൺഫൈൻ ചെയ്ത് വരികയാണ് ദാറ്റ് ദ ടേം പേഴ്സൺ ഇൻക്ലൂഡ്സ് ഫിസിക്കൽ ഓർ നാച്ചുറൽ പേഴ്സൺ. ഫിസിക്കൽ ആയിക്കോട്ടെ ഓർ നാച്ചുറൽ പേഴ്സൺ, ബോത്ത് ഹാസ് ദ സെയിം മീനിങ്, ഇൻക്ലൂഡിംഗ് എവറി ബീങ് വിച്ച് ക്യാൻ ബി ഡീംഡ് ഹ്യൂമൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, സോ ഇതാണ്, ഇത് 4 പേരുടെയും ഡെഫിനേഷൻ ഒന്ന് നിങ്ങൾ നോക്കി പഠിക്കുക, അതൊന്ന് കമ്പയർ ചെയ്തിട്ട് പഠിക്കുക. ഞാൻ ഇനിയും ഡെഫിനേഷൻസ് കിട്ടുകയാണെങ്കിൽ ഐ വിൽ സെൻഡ് ഇറ്റ് ടു യു. ഓക്കെ, ഇനി അക്കോർഡിംഗ് ടു സെക്ഷൻ 11 ഓഫ് ദ ഇന്ത്യൻ പീനൽ കോഡ്, സോ യു ഹാവ് എ വർക്ക് ടു ഫൈൻഡ് ഔട്ട് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഈ സെക്ഷൻ 11 ഓഫ് ദ IPC, APP ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ക്രിമിനൽ ലോസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സെക്ഷൻ 11 ഓഫ് ദ IPC ഇപ്പൊ ഏത് സെക്ഷൻ ആണ് BNS എന്നുള്ളത് ട്രൈ ടു ഫൈൻഡ് ഇറ്റ് ഔട്ട്. ഓക്കെ, അപ്പം ഇന്ത്യൻ പീനൽ കോഡിൽ അത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ദ വേർഡ് പേഴ്സൺ ഇൻക്ലൂഡ്സ് ഇനി കമ്പനി ഓർ അസോസിയേഷൻ. ഓക്കെ, കമ്പനി വരും, അല്ലെങ്കിൽ അസോസിയേഷൻ വരും, അല്ലെങ്കിൽ ബോഡി ഓഫ് പേഴ്സൺ. ഓക്കെ, ഒരു ബോഡി ഓഫ് ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ, വെദർ ഇൻകോർപ്പറേറ്റഡ് ഓർ നോട്ട്. അവർ ഇൻകോർപ്പറേറ്റ് ചെയ്താലും ഇല്ലെങ്കിലും ഇതൊക്കെ ഇതിന്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്യുമെന്നാണ് സെക്ഷൻ 11 ഓഫ് ദ IPC പറഞ്ഞിട്ടുള്ളത്. യു ഹാവ് ടു സീ which is a section in the BNS. Is that if we have gone through the definition part and introductory part.
നമ്മൾ നെക്സ്റ്റ് നാച്ചുറൽ പേഴ്സൺസിനെ വീണ്ടും 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നാച്ചുറൽ പേഴ്സൺസ് ഹാസ് ബീൻ ഡിവൈഡഡ് ഇൻടു 4. അപ്പം നമുക്കറിയാം നാച്ചുറൽ പേഴ്സൺസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാ രീതിയിലും അവരെന്താണ്, ദേ ആർ പേഴ്സൺസ് അല്ലെ. അപ്പം ഇവിടെ നമുക്ക് വി ക്യാൻ കോൾ പ്ലെയിൻലി നമുക്ക് പറയാം ഹ്യൂമൻ ബീങ്സ് ആണ് who are capable of rights and duties. അല്ലെ, they are human beings and they are capable of having, അവർക്ക് റൈറ്റ്സ് ഉണ്ട്, അവർക്ക് ഡ്യൂട്ടീസ് ഉണ്ട്. ഓക്കെ, അവരെയാണ് നമ്മൾ നാച്ചുറൽ പേഴ്സൺ എന്ന് വിളിക്കുന്നത്. അപ്പം ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ഇസ് ദ ലീഗൽ സ്റ്റേറ്റസ് ഓഫ് ആനിമൽസ്, വാട്ട് ഇസ് ദ ലീഗൽ സ്റ്റേറ്റസ് ഓഫ് സ്ലേവ്സ്, ഡെഡ് മാൻ ആൻഡ് അൺബോൺ പേഴ്സൺ. ഇങ്ങനെയുള്ള കാറ്റഗറീസിലൂടെയാണ് നമ്മൾ ഓരോന്നോരോന്നായിട്ട് പോകുന്നത്. ഓക്കെ, ഇനി ആനിമൽസ് ആസ് ലീഗൽ പേഴ്സൺ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ആനിമൽസിന്റെ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ എന്താണ് ആനിമൽസിനെ പറ്റി ജസ്റ്റ് നമ്മൾ ഇൻട്രൊഡക്ടറിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിവൺ റിമെമ്പർ? വെൽഫെയർ ആയിട്ട് വരുമ്പോ മാത്രം അവര്, അതെ, വെൽഫെയർ ആയിട്ട് അല്ലെങ്കിൽ അവർ നോക്കണ്ട, അല്ലെങ്കിൽ വെൽഫെയർ എന്നുള്ള ഒരു കോൺസെപ്റ്റിലോട്ട് വരുമ്പോൾ മാത്രമാണ് നമ്മൾ അവർക്ക് ലീഗൽ റൈറ്റ്സ് ഉണ്ട് എന്ന് നമ്മൾ പറയുന്നത് അല്ലെ. അപ്പം നമുക്കറിയാം ശരിക്കും നമ്മളിപ്പോ ഇത്രയും ഡെഫിനിഷൻസും കാര്യങ്ങളൊക്കെ പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞു പേഴ്സൺ എന്ന് പറയുമ്പോൾ നമുക്കതിന്റെ സിമ്പിൾ ഡെഫിനേഷൻ ആയിട്ട് പറയാം. പേഴ്സൺ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ലീഗൽ എൻറ്റിറ്റി വിച്ച് ഹാസ് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് അല്ലെ. റൈറ്റ്സിന്റെ കേപ്പബിൾ ആയിട്ടുള്ള ആളും ഡ്യൂട്ടീസ് എന്താ പറയാ ബൈൻഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ബൗണ്ടഡ് ബൈ ഡ്യൂട്ടീസ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ ആനിമൽസിന് ശരിക്കും റൈറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ആനിമൽസിന് എന്തെങ്കിലും ഡ്യൂട്ടീസ് ഉണ്ടോ? വാട്ട് ഡു യു തിങ്ക്? ലോ എന്ന് പറയുന്നത് നമ്മൾ ഹ്യൂമൻ ബീങ്സിന് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ആനിമൽസ് നമ്മൾ ജസ്റ്റ് ശരിക്കും ഒരു പ്രോപ്പർട്ടി ആയിട്ടാണ് നമ്മൾ നിയമത്തിൽ കാണുന്നത്. ഓക്കെ, അതായത് ഒരു ആനിമൽക്ക് സ്വന്തമായിട്ട് ഒരു പ്രോപ്പർട്ടി ഒന്നും ഓൺ ചെയ്യാനൊന്നും പറ്റൂല. ഇപ്പം ഒരു ട്രസ്റ്റി വെച്ചിട്ട് ആനിമലിനെ ബെനിഫിഷ്യറി ആക്കിയാൽ പോലും അവിടെ പറ്റില്ല. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആനിമൽസിന് ഇപ്പൊ ഞാൻ എന്റെ പൂച്ചക്കുട്ടിക്ക് എന്റെ സ്ഥലം ട്രാൻസ്ഫർ ചെയ്യുക, അതൊന്നും നമുക്ക് നടക്കില്ല അല്ലെ. ആനിമൽസ് കനോട്ട് ഓൺ പ്രോപ്പർട്ടി, അല്ലെങ്കിൽ നമുക്കൊരു ട്രാൻസ്ഫർ ഒന്നും ഒരു ആനിമലിന് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ഓഫ് ട്രാൻസ്ഫർ ആക്കാം. ഇപ്പൊ എന്റെ ഒരു പെറ്റിനെ ഞാൻ ട്രാൻസ്ഫർ ചെയ്യാണ് വേറൊരാൾക്ക്, അപ്പൊ ഒബ്ജക്റ്റ് ഓഫ് ട്രാൻസ്ഫർ ആക്കാൻ പറ്റും. അല്ലാതെ എനിക്ക് നേരിട്ട് അയാൾക്ക് പൂച്ചക്കുട്ടിക്ക് അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു ആനിമൽ, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡോഗ് ഉണ്ട്, അല്ലെങ്കിൽ കാറ്റ് ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെറ്റ് ഉണ്ട്, അല്ലെങ്കിൽ എനി ആനിമൽ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ആ ആനിമലിനെ നമുക്ക് എന്തെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ? ആ ആനിമലിന് വേണ്ടിയിട്ട് ഇല്ല. അവർ ജസ്റ്റ് നമുക്ക് എന്താക്കാനേ പറ്റുള്ളൂ, ആ ട്രാൻസ്ഫറിനെ ഒരു ഒബ്ജക്റ്റ് ആക്കാൻ വേണ്ടി മാത്രമേ നമുക്ക് പറ്റുകയുള്ളൂ. ഓക്കെ, പിന്നെ ഇപ്പം നിങ്ങൾ പല ജഡ്ജ്മെന്റ്സിലെയും അല്ലെങ്കിൽ പല കറണ്ട് അഫയേഴ്സിലൊക്കെ യു മൈറ്റ് ഹാവ് റിഡ്, നമ്മൾ ചുറ്റും നടക്കുന്ന കുറെ സംഭവങ്ങളാണ്. ചില ആളുകളുടെ ആനിമൽസ് അല്ലെ, നമ്മളൊരു പെറ്റിനെ വളർത്തുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ കസ്റ്റഡിയിൽ അല്ലെങ്കിൽ നമ്മളെ ചുറ്റിപ്പറ്റിയ ഒരു ആനിമൽ ഉണ്ടെന്നുണ്ടെങ്കിൽ, ആ ആനിമല് എന്താ പറയാ, അതിന്റെ ഓണർക്ക് കുറെ ഡ്യൂട്ടീസ് ഉണ്ട് അല്ലെ. അത് വേറൊരാളെ ഉപദ്രവിക്കാൻ പാടില്ല, അല്ലെങ്കിൽ സേഫ്റ്റി, ക്രൂവലിറ്റി, ഇതിനെതിരെയൊക്കെ നമുക്ക് ഒരു ഡ്യൂട്ടീസ് ടുവേർഡ്സ് ആനിമൽ. ഓണർ ഹാവ് ദ ഡ്യൂട്ടി അല്ലെ, ഓണർക്ക് അവിടെ ഡ്യൂട്ടി ഉണ്ട്. ഓക്കെ, അതോടൊപ്പം തന്നെ നിങ്ങൾ പല ജഡ്ജ്മെന്റ്സ് ഒക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമുക്ക് ഈ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല ഓണേഴ്സിന്റെ. ഇപ്പം ചില ഡോഗ്സ് ഒക്കെ എന്തെങ്കിലും ന്യൂസൻസ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ആളുകളെ കടിക്കുക, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവുമല്ലോ. അപ്പൊ അവിടെയൊക്കെ ആക്ച്വലി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് എ സ്ട്രിക്റ്റ് ലയബിലിറ്റി ആണ്. വൈക്കേരിയസ് ലയബിലിറ്റി അല്ല, സ്ട്രിക്റ്റ് ലയബിലിറ്റി ആണ്. യുനോ വാട്ട് ഇസ് എ സ്ട്രിക്റ്റ് ലയബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? എല്ലാ രീതിയിലും വി ആർ ലയബിൾ അല്ലെ. അവർക്ക് ഒരു എക്സെപ്ഷൻസിന്റെ അണ്ടറിലോ അല്ലെങ്കിൽ ഒരു ഇത് കൊടുക്കാൻ പറ്റില്ല. ദേ ആർ സ്ട്രിക്ട്ലി ലയബിൾ ടു ദാറ്റ്. ഓക്കെ, വൈക്കേരിയസ് ആക്കാൻ നമുക്ക് പറ്റില്ല. ഒരു ഓണർ ഉണ്ട്, ഓണറിന്റെ പെറ്റാണ്. കാരണം വൈക്കേരിയസ് ലയബിലിറ്റിയിൽ എന്താ വരുന്നത്? വൈക്കേരിയസ് ലയബിലിറ്റിയിൽ കുറെ ഇളവുകളുണ്ട്. അതേപോലെ തന്നെ നമ്മള് ഒരു എംപ്ലോയർ എംപ്ലോയി റിലേഷനിലൊക്കെയാണ് നമ്മൾ ഒരു വൈക്കേരിയസ് ലയബിലിറ്റി ഒരു ഹ്യൂമൻ ടു ഹ്യൂമൻ റിലേഷനിലെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു ആനിമൽ ഹ്യൂമൻ റിലേഷനിൽ നമുക്ക് ഒരിക്കലും വൈക്കേരിയസ് ലയബിലിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റില്ല അല്ലെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ആനിമലിനെ പേഴ്സൺ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ അത് നമുക്ക് ഒരിക്കലും സാധിക്കില്ല അല്ലെ. പ്രാക്ടിക്കലി ദാറ്റ് ഇസ് നോട്ട് പോസിബിൾ. ഫൈൻ. ഇപ്പൊ നമ്മൾ മോഡേൺ ലോ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നില്ല, ആനിമൽസിന് നമ്മളൊരു പേഴ്സൺ ആയിട്ട് ഒരിക്കലും റെക്കഗ്നൈസ് ചെയ്യില്ല. ബിക്കോസ് ദേ ഡോണ്ട് bear rights or and duties ഒന്നും അവർ bear ചെയ്യുന്നില്ല. And we know that law is made for human beings, that നമ്മൾ ആനിമൽസിനെ പ്രോപ്പർട്ടി ആയിട്ടാണ് കാണുന്നത്. They are object
ഓഫ് ട്രാൻസ്ഫർ ആണ്, അല്ലാതെ യു കനോട്ട് ട്രാൻസ്ഫർ ടു ദ ആനിമൽസ്. ഓക്കെ, ആൻഡ് പിന്നെ വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഓണേഴ്സ് ഹാവ് എ ഡ്യൂട്ടി ടുവേർഡ്സ് ആനിമൽസ്. ഓക്കെ, ആനിമൽസിന്റെ എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് ക്രുവാലിറ്റി, സേഫ്റ്റി, എല്ലാ രീതിയിലും ആ ഒരു ആനിമൽ വേറൊരാൾക്കും ഒന്നും ചെയ്യാൻ പാടില്ല. ആൻഡ് ആ ആനിമലിനോടും ആ ഓണർക്ക് ഡ്യൂട്ടീസ് ഉണ്ട്, അല്ലെ? അപ്പം പിന്നെ അതേപോലെ തന്നെ ആനിമൽസ് കോസ് ചെയ്യുന്ന ഡാമേജസിനോടൊക്കെ മാസ്റ്ററിന്റെ ലൈബിലിറ്റി എന്താണ്? ദാറ്റ് ഇസ് സ്ട്രിക്ട് ലൈബിലിറ്റി. ഇസ് ദാറ്റ് ക്ലിയർ എവരിവൺ? ഓക്കെ ഓക്കെ. ഇനി നമ്മള് ഇതിപ്പോ ഞാൻ മോഡേൺ ലോന്റെ ഒരു കാര്യമാണ് പറഞ്ഞത്. നൗ വെൻ യു ലുക്ക് അറ്റ് ദ വെരി ആൻഷ്യന്റ്, ഓക്കെ, ആൻഷ്യന്റ് ആയിട്ടുള്ള ലോയിലൊക്കെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ യുനോ നമുക്കറിയാം, ഇപ്പൊ നിങ്ങൾ ഏതൊരു ആൻഷ്യന്റ് ആയിട്ടുള്ള എപ്പിക് സ്റ്റോറീസ് എടുത്ത് നോക്കുകയാണ്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മളെ വളരെ എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഒരു റീസെന്റ് എന്റെ മൈൻഡിൽ ഇപ്പൊ കണ്ടൊരു എക്സാമ്പിള് ലോക എന്ന് പറഞ്ഞ ഫിലിമില് സ്മോൾ എല്ലാവർക്കും വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. വാട്ട് അബൌട്ട് നൗ? ഇപ്പൊ ഓക്കെ ആണോ? ഇപ്പൊ ഓക്കെ ആണോ? വാട്ട് അബൌട്ട് നൗ? ഇപ്പൊ ഓക്കെ ആണോ? ഓക്കെ, ഫൈൻ ഫൈൻ ഫൈൻ. ഓക്കെ, അപ്പം ഇപ്പൊ റീസെന്റ് ആയിട്ട് നമ്മുടെ ലോക എന്ന് പറഞ്ഞ ഫിലിമിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതില് ആ ചന്ദ്ര എന്ന് പറഞ്ഞ ആ ഒരു അവരുടെ കുട്ടിക്കാലം കാണിക്കല്ലോ ഒരു പാട്ടിലൊക്കെ ആയിട്ട്. അപ്പൊ ആ കുട്ടി ഓടുമ്പം അതിന്റെ കൂടെ ഒരു പട്ടിക്കുട്ടി ഓടുന്നുണ്ട് അല്ലെ? കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഹാവ് യു സീൻ? ആ പാട്ടിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും. കണ്ടിട്ടുണ്ട്. അതേപോലെ നിങ്ങൾ ഇതേപോലെ നമ്മളെ ഹിസ്റ്ററിയിലുള്ള ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ അല്ലെങ്കിൽ ഒരു ആൻഷ്യൻ ക്യാരക്ടേഴ്സ് ഒക്കെ നിങ്ങൾ എടുത്ത് കഴിയുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗമായിരുന്നു ആനിമൽസ്. കാരണം അങ്ങനെ അന്നത്തെ കാലത്ത് അവരുടെ ഒരു ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ അങ്ങനെയായിരുന്നു അല്ലെ? കാട്ടില് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് അവർ താമസിക്കുക. അപ്പൊ ആനിമൽസിന് എന്താണ്, അവര് ഒരു ലീഗൽ പേഴ്സൺ ആയിട്ടൊക്കെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വെൻ വി ലുക്ക് അറ്റ് ദ ആൻഷ്യൻ ടൈം. ഓക്കെ, അപ്പൊ ഈ ജൂയിഷ് കോഡില് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഒരു ഓക്സ് ഒരു പേഴ്സണിനെ കില്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഓക്സിനെ അവർ എന്ത് ചെയ്യും? പണിഷ് ചെയ്യും. ഓക്കെ, അതിനെ ട്രൈ ചെയ്യും, അല്ലെങ്കിൽ അതിനെ കല്ലെടുത്ത് എറിയും, അല്ലെങ്കിൽ അതിന്റെ ഫ്ലഷ് കുഡ് നോട്ട് ബി ഈറ്റൺ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ അപ്പം അത്രയും ഒരു ആനിമൽ ആണെങ്കിലും അത് ചെയ്തത് തെറ്റാണ്. അല്ലെങ്കിൽ ഒരു ഹ്യൂമണിനെ എങ്ങനെ പണിഷ് ചെയ്യുന്നോ അതേപോലെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ആനിമൽസിനെയും ജൂയിഷ് ഇതിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ കോഡിലൊക്കെ അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, അതൊരു പണിഷ്മെന്റ് പോലെയാണ് അവർ ആ കോഡിൽ പറയുന്നത്. ഓക്സ് ഇഫ് കിൽസ് എ പേഴ്സൺ, ദ ഓക്സ് വാസ് ട്രൈഡ്, ദ ഓക്സ് വാസ് സ്റ്റോൺഡ് ആൻഡ് ഇറ്റ്സ് ഫ്ലഷ് കുഡ് നോട്ട് ബി ഈറ്റൺ എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പല ആനിമൽസ്, കോക്സ്, ബുൾസ്, ഡോഗ്സ് ആൻഡ് ഈവൻ ഒബ്ജക്ട്സ് ലൈക്ക് ട്രീ ട്രങ്ക്സ് കുഡ് ബി ട്രൈഡ് ഫോർ ഹോമിസൈഡ് എന്നൊക്കെയാണ് പറയുന്നത്. ഇനി നമ്മൾ ആൻഷ്യന്റ്, when you come to ancient India specifically, animals was sometimes sued in court. കോർട്ടുകളിലൊക്കെ അവരെ സൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മുഗൾ എറയില് ബുള്ളക് വാസ് presented before Emperor Jahangir for causing death ആണ്. അപ്പം ഇതിപ്പോ സത്യം പറയുകയാണെങ്കിൽ ഇന്നത്തെ മോഡേൺ സിസ്റ്റത്തിലൊന്നും റെലവെന്റ് അല്ല. പക്ഷെ ഐ എം ജസ്റ്റ് ടെല്ലിങ് യു ലൈക്ക് ഹൗ അതിന്റെ ഒരു ഇവല്യൂഷൻ എങ്ങനെയാണ് അതിന്റെ പെർസ്പെക്റ്റീവിൽ വന്നത് എന്നുള്ളതാണ്. പണ്ടത്തെ കാലത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ when we look at these examples, ആനിമൽസിന് നമ്മൾ ഒരു ലീഗൽ പേഴ്സൺ ആയിട്ട് അവർ കണ്ടിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു പേഴ്സൺ എന്നുള്ള രീതിയിൽ പണിഷ്മെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് മനസ്സിലായത് അതിൽ വലിയ റെലവൻസ് ഇല്ല, അല്ലെങ്കിൽ എന്താണ് അങ്ങനെയില്ല എന്നുള്ളതിനാണ് മോഡേൺ ലോയിൽ നമ്മൾ കാണുന്നില്ല. പക്ഷെ അവിടെ ഒരു എക്സെപ്ഷൻസ് ഉണ്ട്. മോഡേൺ ലോയിൽ നമ്മൾ ചില സാഹചര്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഈ വെൽഫെയർ അല്ലെ, അങ്ങനെയുള്ള കാര്യം, അല്ലെങ്കിൽ അവരുടെ ഒരു കെയറിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കാണുന്നുണ്ട്. ആ സാഹചര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആനിമലിനെ വി ട്രീറ്റ് ദം ആസ് എ പേഴ്സൺ. ഓക്കെ, ഇപ്പം ചില ആളുകൾ ചിലപ്പോൾ അവരുടെ വിൽപത്രത്തിലൊക്കെ എഴുതി വെക്കും, ഇപ്പം എൻ്റെ ഒരു ബ്ലാക്ക് അഡൽട്ട് ഫീമെയിൽ ഹോഴ്സ് ഉണ്ട്, അതിനെ നന്നായിട്ട് നോക്കണം, ഞാനത് ഇന്ന ആൾക്ക് അല്ലെങ്കിൽ ഇന്ന ട്രസ്റ്റിന് കൊടുക്കുകയാണ്, അവരത് നന്നായിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഇന്ന ആൾക്ക് ഞാൻ കൊടുക്കുകയാണ്, അയാൾ അത് നന്നായിട്ട് നോക്കണം അതിനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലപ്പം ചില ആളുകൾ ബില്ല് എഴുതി വെക്കും അല്ലെ?
അല്ലെങ്കിൽ ഇപ്പൊ ഹോഴ്സിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആനിമൽസിനൊക്കെ വേണ്ടിയിട്ട് ഇത്ര വർഷത്തില് ഇത്ര ഒരു തുക അവരുടെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ പാരറ്റിന്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഒരു ട്രസ്റ്റ് തന്നെ ബിൽഡ് ചെയ്യുക. ഓക്കെ, അപ്പം ഇതൊക്കെ ശരിക്കും നിയമത്തിന്റെ മുന്നിൽ നമുക്കൊരു കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു കഴിയുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വിൽപത്രത്തിലൂടെ ഞാൻ എൻ്റെ ഒരു കുതിരയെ, വളരെ നല്ല ഭംഗിയുള്ള ഒരു കുതിരയെ ഫോർ എക്സാമ്പിൾ ഞാൻ ഇങ്ങനെ എക്സ് എന്ന് പറയുന്ന ആളുടെ പേരിൽ എഴുതി വെക്കാണ്, അയാൾ അതിനെ നോക്കണം എന്ന് പറയാണ്. അതേപോലെ ഞാൻ ഇത്ര പൈസ എക്സ് എന്ന് പറയുന്ന ആൾക്ക്, വേറൊരു എക്സാമ്പിൾ ആണ്, എക്സ് എന്ന് പറയുന്ന ആൾക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ്. എനിക്ക് ഇവിടെ നാട്ടിൽ അല്ലെങ്കിൽ ഇപ്പൊ സപ്പോസ് ഞാൻ എവിടെയെങ്കിലും ആണ്, അല്ലെങ്കിൽ ഇത് നോക്കി നടത്താൻ വേണ്ടിയിട്ട് എനിക്ക് കുറെ ഹോഴ്സസ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് കുറെ എലിഫൻസ് ഉണ്ട് ഫോർ എക്സാമ്പിൾ. അപ്പൊ അവരെ നോക്കി നടത്താൻ വേണ്ടിയിട്ട് ഞാൻ ഇത്ര സമ്മ് എക്സിന് കൊടുക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാനൊരു ട്രസ്റ്റ് എക്സിനോട് ക്രിയേറ്റ് ചെയ്യാൻ പറയാണ്, ഒരു ട്രസ്റ്റ്. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റുകളൊക്കെ എന്ത് ചെയ്യാ, ഈ പാരറ്റുകളുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് പോവാം. അപ്പൊ ഇതൊക്കെ നമുക്ക് പോസിബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഈ ഡീലിങ്സ് മൊത്തം നടത്തുന്നത് ആനിമൽസിന് വേണ്ടിയിട്ടാണെങ്കിലും ഇത് ആരുമായിട്ടാണ് ഞാൻ നടത്തുന്നത്, എക്സ് എന്ന് പറയുന്ന ഒരാളുമായിട്ടാണ് അല്ലെ. ഞാൻ എക്സിനോടാണ് ഇതൊക്കെ ചെയ്യാൻ പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ് ഈ ബെനിഫിഷ്യൽ ഇൻട്രസ്റ്റ്, ഈ ഒരു ആനിമൽസിന്റെ വെൽഫെയറിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് പറയാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആനിമൽ അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബേർഡിനെ നോക്കണം എന്ന് ഞാൻ എക്സിനോട് പറയാണ്, അല്ലെങ്കിൽ എന്റെ ഹോഴ്സസിനെ നോക്കി നടത്തണം എന്നൊക്കെ പറയുമ്പം അവരുടെ ബെനിഫിഷ്യൽ ഇൻട്രസ്റ്റ് ഒക്കെ ഞാൻ ആരിലൂടെയാണ് എക്സസൈസ് ചെയ്യുന്നത്, ഒരു ഹ്യൂമൻ ട്രസ്റ്റീസ് അല്ലെ, ഒരു ഹ്യൂമൻ ഉണ്ട് അതിന്റെ ഇടയിൽ, അവരിലൂടെയാണ് ഞാൻ എക്സസൈസ് ചെയ്യുന്നത്. ആർ യു ഗെറ്റിംഗ് ദ പോയിന്റ്? മനസ്സിലാവുന്നുണ്ടോ? ആം ഐ ഓഡിബിൾ പ്രോപ്പർലി? ഓക്കെ, അവരിലൂടെയാണ് ഞാൻ എക്സസൈസ് ചെയ്യുന്നത്, അല്ലാതെ ഇത് ആര് തമ്മിലല്ല, ഇറ്റ് ഈസ് നോട്ട് ബിറ്റ്വീൻ ദ ആനിമൽസ്. ഓക്കെ, അപ്പൊ അതാണ്. അപ്പൊ നമുക്ക് ബെക്വസ്റ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, പ്ലീസ് കീപ് ഇറ്റ് ദാറ്റ് യുവർ മൈൻഡ്. നെക്സ്റ്റ് നമ്മൾ ഡെഡ് പേഴ്സണിലോട്ട് നമ്മൾ വരികയാണ്. അപ്പൊ ആനിമൽസിന്റെ ഭാഗം വി ഹാവ് കംപ്ലീറ്റഡ്. നൗ വി കം ടു ദ ഡെഡ് പേഴ്സൺ അല്ലെ. ഡെഡ് പേഴ്സന്റെ കാര്യം ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഡു യു റിമെമ്പർ? ഓർക്കുന്നുണ്ടോ? മനസ്സിലുണ്ടോ ഡെഡ് പേഴ്സന്റെ കാര്യം? ഓക്കെ, എന്താണ് ഞാൻ ഡെഡ് പേഴ്സന്റെ കാര്യം പറഞ്ഞത്? ഹൂ ക്യാൻ ആൻസർ? ആർക്കാണെന്ന് ആൻസർ ചെയ്യാൻ പറ്റുക? ഡെഡ് പേഴ്സന്റെ 9 മണിയായി സമയം, ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഇരിക്കാം, പകുതി ഉറക്കത്തിലാണോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. അപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരാൾ ഉത്തരം പറയണം കേട്ടോ. ഐ ലാസ്റ്റ്. ഓക്കെ, ഞാൻ ചോദിക്കുന്ന ആൾക്കാർ ഉത്തരം പറഞ്ഞാൽ മതി. ഇതിൽ ലാസ്റ്റ് ക്ലാസ്സിൽ എല്ലാവരും ഉണ്ടായിരുന്നോ? എല്ലാവരും പ്രസന്റ് ആയിരുന്നോ? ഞാനിനി എല്ലാ ക്ലാസ്സിലും ക്വസ്റ്റ്യൻസ് ചോദിക്കുക, ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പഠിച്ചിട്ട് പോകില്ല. ദാറ്റ് ഇസ് ലൈക്ക് കൈൻഡ് ഓഫ് ഫോഴ്സിങ് ആർ സെൽഫ്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ എല്ലാവരും പ്രസന്റ് ആയിരുന്നു. ഓക്കെ, ആരൊക്കെയാണ് പ്രസന്റ് ആവാത്തത്? നിങ്ങൾ കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞ വീക്കിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം നിങ്ങൾ എല്ലാവരും ക്ലാസ്സസ് എന്ത് ചെയ്യുക, പ്രോപ്പർലി അപ്ഡേറ്റ് ചെയ്ത് പഠിക്കണം. ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അതിന്റെ റെക്കോർഡിംഗ് നിങ്ങൾ പെട്ടെന്ന് തന്നെ കേൾക്കണം. ഇല്ലെങ്കിൽ അത് ചിലപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾക്ക് അത് പിന്നീട് പിക്കപ്പ് ചെയ്തെടുക്കാന്ന് പറയുന്നത് ചിലപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ഒരിക്കൽ ഒരു റെക്കോർഡിംഗ് കേൾക്കാൻ നമ്മൾ മടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര മടിയാവും. ഓക്കെ, സോ ഡോണ്ട് ഗോ ഫോർ ദാറ്റ്. ഫൈൻ. നിങ്ങളൊരു ക്ലാസ് അറ്റൻഡ് ചെയ്തൊക്കെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റെക്കോർഡിംഗ് നിങ്ങൾ അന്നല്ലെങ്കിൽ എപ്പോഴാണോ അത് അവൈലബിൾ ആവുന്നത് അപ്പൊ തന്നെ നിങ്ങൾ അത് കണ്ടു തീർക്കാൻ ശ്രമിക്കണം. ട്രൈ ടു അറ്റൻഡ് ഓൾ ദ ലൈവ് ക്ലാസ്സസ്. ഓക്കെ, അപ്പം Arjun, can you answer my question? Yes, ma'am. Yes, പറയൂ. എന്തായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അബൌട്ട് ഡെഡ് പീപ്പിൾ? എന്റെ മെമ്മറിയിൽ പ്രകാരം ഒരു പേഴ്സന്റെ റൈറ്റ് എന്ന് പറയുമ്പം ആ പേഴ്സന്റെ ബെറിയൽ എന്ന് പറയുന്നത് ഡീസന്റ് ഡിഗ്നിറ്റിയോട് കൂടി ബെറിയൽ നടത്തുക എന്നുള്ളതാണ് അതിന്റെ വിത്ത് പ്രോപ്പർ. മനസ്സിലായി. ഓക്കെ, അത് നമുക്കൊരു റൈറ്റ് ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഒരു ഇതെടുക്കാം. ഇനി വേറെ ഒന്ന് ആരാ പറയാ? ആൻസി വർഗീസ്, ക്യാൻ യു ആൻസർ? Regarding the reputation and property. ഓക്കെ, യെസ്, ഗുഡ്. അപ്പൊ അത് തന്നെയാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും. ഒരാള് മരിക്കുന്നതോട് കൂടി ശരിക്കും നമ്മൾ ഹോളിസ്റ്റിക്കലി നമ്മൾ നോക്കുന്ന സമയത്ത്
ഒരാൾക്ക് റൈറ്റ്സും ഡ്യൂട്ടീസും എപ്പോഴാണ്? അയാളുടെ ജനനം തൊട്ട് മരണം വരെയാണ് അയാൾക്ക് റൈറ്റ്സും ഡ്യൂട്ടീസും അല്ലെങ്കിൽ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, നമ്മൾ പറയുന്നത്. പക്ഷെ ഒരു ഡെഡ് പേഴ്സൺ എന്ന് പറയുമ്പോൾ ദർ ഇസ് നോ ലീഗൽ പേഴ്സണാലിറ്റി ആഫ്റ്റർ ഡെത്ത്. ഡെത്തിന് ശേഷം അയാൾക്ക് എന്തില്ല? ലീഗൽ പേഴ്സണാലിറ്റി ഇല്ല, നമ്മൾ ജനറലി പറയുന്ന സമയത്ത്. ഹി കനോട്ട് സൂ അല്ലെങ്കിൽ ബി സൂഡ്, അല്ലെ? ഡെഡ് മെൻ ആർ നോ ലോങ്ങർ പേഴ്സൺസ് ഇൻ ദ ഐ ഓഫ് ലോ എന്നാണ് നമ്മൾ പറയാം. ഒരു ഡെഡ് ആയിട്ടുള്ള ഒരു പേഴ്സണ് സ്വന്തമായിട്ട് പ്രോപ്പർട്ടി ഓൺ ചെയ്യാൻ പറ്റില്ല. പ്രോപ്പർട്ടി ഇമ്മീഡിയറ്റ്ലി വെസ്റ്റ്, അല്ലെ? ഒരാൾ മരിക്കുന്നതോട് കൂടി അയാളെ ഹയേഴ്സിലോട്ട് ആ പ്രോപ്പർട്ടി പോവാണ്, ഓട്ടോമാറ്റിക് ആണത്, അല്ലെ? പ്രോപ്പർട്ടി അയാളെ വില്ല് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ വിൽപത്രം പ്രകാരമാണ് പോവുക, അല്ലെങ്കിൽ പേഴ്സണൽ ലോ അനുസരിച്ച് അതിനനുസരിച്ച് പ്രോപ്പർ ഡിവിഷൻ ഓഫ് ഹിസ് പ്രോപ്പർട്ടി വിൽ ടേക്ക് പ്ലേസ്. ഫൈൻ. പക്ഷേ എന്നിരുന്നാൽ കൂടിയും ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് റൈറ്റ് ഇല്ല എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ചില കാര്യങ്ങളിൽ നമ്മൾ അയാൾക്ക് 3 കാര്യങ്ങൾ, ചില കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ വളരെ വ്യക്തമായിട്ട് 3 കാര്യങ്ങളാണ്. ദ ഫസ്റ്റ് ഇസ് ദ ബോഡി, സെക്കൻഡ് ഇസ് ദ റെപ്യൂട്ടേഷൻ, ആൻഡ് തേർഡ് ഇസ് ദ പ്രോപ്പർട്ടി, എസ്റ്റേറ്റ്. ഓക്കെ, അപ്പം ഇത് നിങ്ങൾ മനസ്സിലാക്കുക. എ ഡെഡ് പേഴ്സൺ ഹാസ് നോ ലീഗൽ പേഴ്സണാലിറ്റി, ഹി കനോട്ട് സൂ ഓർ ബി സൂഡ്. പേഴ്സണാലിറ്റി എൻഡ്സ് വിത്ത് ഡെത്ത് ആണ്. ഓക്കെ, പക്ഷെ ലോ റെസ്പെക്ട് ചെയ്യുന്ന 3 കാര്യങ്ങൾ അത് നിങ്ങൾ മറക്കരുത്. ദ ഫസ്റ്റ് ഇസ് ബോഡി, സെക്കൻഡ് ഇസ് റെപ്യൂട്ടേഷൻ, ആൻഡ് തേർഡ് ഇസ് പ്രോപ്പർട്ടി ഓർ എസ്റ്റേറ്റ്. Clear ആണോ? Is that clear? Okay. Now, നമ്മൾ ഒരാളുടെ പ്രൊട്ടക്ഷൻ ഓഫ് ബോഡി എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഞാൻ കോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു എക്സാമ്പിൾ ഒക്കെ. നമ്മൾ കോവിഡിന്റെ സമയത്തൊക്കെ സുപ്രീം കോർട്ട് സ്ട്രെസ് ചെയ്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു ദാറ്റ് എവ്രി പേഴ്സൺ ഹാസ് ഗോട്ട് എ റൈറ്റ് ഓഫ് ഡീസെന്റ് ബറിയൽ. അയാളുടെ മരണശേഷം അയാൾക്ക് ഡീസെന്റ് ബറിയൽ കിട്ടണം എന്നുള്ളത് അയാളുടെ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് കൂടിയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഒരാൾക്ക് ഗ്രേവ് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ അതിന്റെ ഒരു വയലേഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്? ദാറ്റ് ഈസ് എ ക്രിമിനൽ ഒഫൻസ്. ഓക്കെ, അപ്പം നമ്മളിപ്പം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു ഡീസെന്റ് ബറിയൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് അയാളുടെ മരിച്ച ആളുടെ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുമ്പോൾ ബേസിക്കലി ദാറ്റ് പേഴ്സൺ ഇസ് നോട്ട് ഇൻ എക്സിസ്റ്റൻസ്, ഹി കനോട്ട് കം ആൻഡ് ആസ്ക് ഫോർ ഹിസ് റൈറ്റ്, അല്ലെ? പക്ഷെ ഇത് ബേസിക്കലി നമ്മൾ ആര് ത്രൂ ആണ് വരിക, അല്ലെങ്കിൽ ആരാണ് അവിടെ ഒരു ഷീൽഡ് ആയിട്ട് അവിടെ ആക്ട് ചെയ്യുക? അവരുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ ലീഗൽ റെപ്രസെന്റേറ്റീവ്സ് എന്നാണ് നമ്മൾ പറയാം, അല്ലെ? അപ്പൊ ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും കുറെ ഡെഡ് ബോഡീസ് ഒക്കെ നമുക്ക് ആ കോവിഡ് സമയത്തൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കുറെ കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, അല്ലെ? എസ്പെഷ്യലി ഇൻ നോർത്ത് ഇന്ത്യ. അപ്പം അതൊക്കെ വളരെ, കാരണം നമുക്കാണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളുടെ ഫാമിലി അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെയൊക്കെ ഒരു ഡീസന്റ് ബറിയൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്കും ഭയങ്കരമായിട്ടൊരു ഫീലിംഗ് ആണ്, അല്ലെ? ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അതൊക്കെ പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ദാറ്റ് പ്രൊട്ടക്ഷൻ ഓഫ് ബോഡി, മരണശേഷം ഒരാളുടെ ബോഡി പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് അത് അയാളുടെ എന്താണ്? റൈറ്റ് ആണ്, അല്ലെങ്കിൽ മരണശേഷം അയാൾക്ക് കിട്ടുന്ന ഒരു റൈറ്റ് ആണ്. അപ്പൊ ഈ സമയങ്ങളിലൊക്കെ ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയിട്ടും അയാളെ നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നുണ്ട്? ഒരു പേഴ്സൺ എന്നുള്ള രീതിയിൽ നമ്മൾ അവിടെ അയാളെ കണക്കാക്കുന്നുണ്ട് ത്രൂ ഹിസ് ലീഗൽ ഹയേഴ്സ് അല്ലെങ്കിൽ ലീഗൽ റെപ്രസെന്റേറ്റീവ്സ്. ഫൈൻ. രണ്ടും തമ്മിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്, അതിപ്പോ ഞാൻ പറയുന്നില്ല, വിൽ എക്സ്പ്ലെയിൻ ഇറ്റ് ലേറ്റർ. ഫൈൻ. ഇനി റെപ്യൂട്ടേഷൻ ഓഫ് ഡെഡ് പേഴ്സൺ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ മരിച്ച ഒരാളിനെ പറ്റി നമ്മൾ എന്തെങ്കിലും ആരെങ്കിലും ഡെഫമേറ്ററി ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എപ്പോഴാണ് പണിഷ് ചെയ്യാൻ പറ്റാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജീവിച്ചിരിക്കുന്ന റിലേറ്റീവ്സിന്റെ റെപ്യൂട്ടേഷൻ ഓർ ഫീലിങ്സിന് അത് ബാധകമാകുന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ നമ്മള് ഇപ്പൊ ഏതെങ്കിലും തരത്തിൽ അത് ഫാമിലി ആയിട്ട് ലിങ്ക് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഇപ്പോ മരിച്ച ആളുടെ ഇപ്പൊ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സ്, ജീവിച്ചിരിക്കുന്ന ഫാമിലി മെമ്പേഴ്സ് അച്ഛനും മകനും കൂടി, അല്ലെങ്കിൽ നിങ്ങൾ അന്ന് അത് ചെയ്തിരുന്നല്ലോ, അങ്ങനെയുള്ള അലിഗേഷൻസ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വരുമ്പം രണ്ട് കൂട്ടരെയും കൂടി, അല്ലെങ്കിൽ ചിലപ്പോൾ മകനെ മാത്രമായിരിക്കാം, അല്ലെങ്കിൽ അച്ഛന് അങ്ങനെ പറയുമ്പോൾ അത് മകന് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ റിലേറ്റീവ്സിന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്നുണ്ട്, അല്ലെ? നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു മരിച്ച ഒരാളുടെ ഡെഫമേറ്ററി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ എല്ലാ രീതിയിലും, അല്ലെ, അത് ശരിക്കും ജീവിച്ചിരിക്കുന്നവരെ എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യാണ്? റെപ്യൂട്ടേഷൻ അവിടെ പ്രൊട്ടക്ഷൻ കൊടുക്കാണ്. സോ ബേസിക്കലി ഇവിടെ നമ്മൾ നിയമം പറയുന്ന അതിന്റെ ഒരു നാരോ ആയിട്ട് നിയമം കാണുന്നത് ദ റൈറ്റ് ഇസ് പ്രൊട്ടക്റ്റഡ് ഇസ് റിയലി ദാറ്റ് ഓഫ് ലിവിങ്. ആ ജീവിച്ചിരിക്കുന്ന ഒരാളുടെ റൈറ്റ് ആണ് അവിടെ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നത്, അല്ലാതെ മരിച്ച ഒരാളുടെ അല്ല അവിടെ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ, നമ്മൾ അങ്ങനെ ആ ഒരു ആംഗിളിലൂടെ നോക്കുന്ന സമയത്ത് ഇസ് എ ക്ലിയർ? അപ്പൊ നമ്മൾ മരിച്ച ഒരാൾക്ക് റെപ്യൂട്ടേഷൻ എന്ന് പറയുമ്പോൾ അതൊരു ഡെഫമേറ്ററി സ്റ്റേറ്റ്മെന്റിലൂടെ ജീവിച്ചിരിക്കുന്ന റിലേറ്റീവ്സിനെ അത് എഫക്ട് ചെയ്യുമ്പോഴാണ്. എല്ലാ രീതിയിലും നമ്മൾ അതിനെ ജനറലൈസ് ചെയ്യുന്നില്ല,
പക്ഷെ അത് ജീവിച്ചിരിക്കുന്ന റിലേറ്റീവ്സിന് അല്ലെങ്കിൽ നമ്മൾ അവരുടെ റെപ്യൂട്ടേഷനെ അത് ബാധിക്കുമ്പോഴാണ് നമ്മളത് പറയുന്നത്. ഓക്കെ, അപ്പം ദാറ്റ് ഈസ് അബൌട്ട് പ്രൊട്ടക്ഷൻ ഓഫ് റെപ്യൂട്ടേഷൻ. നമുക്ക് പ്രോപ്പർട്ടി ഓർ എസ്റ്റേറ്റ് എന്ന് പറയുന്ന സമയത്ത് ഡിസീസ്ഡ് പേഴ്സൺസ് വിഷസ് റിഗാർഡിംഗ് ഹിസ് പ്രോപ്പർട്ടി ആർ റെസ്പെക്ടഡ് ത്രൂ വിൽ അല്ലെ. അപ്പം അയാൾക്ക് ചിലപ്പം വളരെ കൃത്യമായിട്ട് അയാളുടെ പ്രോപ്പർട്ടി എങ്ങനെ പോകണം എന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട്. വില്ലിലൂടെയാണ് അയാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക അല്ലെ. അതിനാണ് വി കോൾ ഇറ്റ് ടെസ്റ്റമെന്ററി സക്സഷൻ. ബില്ലില്ലാതെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഓപ്പറേഷൻ ഓഫ് ലോ ആണ് നടക്കുന്നത്. നിയമപ്രകാരം നമ്മൾ പറഞ്ഞിരിക്കുന്ന രീതിയിലാണ് അവിടെ പിന്നെ ഷെയറുകൾ പോകുന്നത് അല്ലെ. അദ്ദേഹം ഒരു വിൽപത്രത്തിലൂടെ ഒരു ടെസ്റ്റമെന്ററി സക്സഷൻ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, ദ ഡെഡ് ഹാൻഡ് ക്യാൻ റെഗുലേറ്റ് പ്രോപ്പർലി ഇവൻ ആഫ്റ്റർ ഡെത്ത്. അപ്പൊ അയാളെ മരണശേഷം നമ്മൾ എങ്ങനെയാണ് ആ വില്ല് പ്രകാരമാണ്. അയാൾ മരിച്ചു, ഇനിയിപ്പോ എന്താ, ഇനിയിപ്പോ മരിച്ച ഒരാളല്ലേ, അപ്പം അതിനനുസരിച്ചൊന്നും പോണ്ട, അങ്ങനെയല്ല. അതിനത്രയും വാല്യൂ ഉള്ള ഒരു ഡോക്യുമെന്റ് ആണ് ബില്ല് എന്ന് പറയുന്നത്. ഇവൻ ബില്ല് രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ കൂടിയിട്ടും ബില്ലിന് ഓപ്ഷണൽ രജിസ്ട്രേഷൻ ആണ് അക്കോർഡിംഗ് ടു ഇന്ത്യൻ രജിസ്ട്രേഷൻ ആക്ട്. അങ്ങനെ ആണെങ്കിൽ കൂടിയിട്ടും എന്താണ്, അതിനത്രയും വാല്യൂ ഇൻ ദ ഐ ഓഫ് ലോ ഉണ്ട്. ഇസ് ദാറ്റ് ക്ലിയർ? ക്ലിയർ ആണോ എല്ലാവർക്കും? എല്ലാരും ഉറങ്ങാണോ? വില്ല് രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇല്ല, ബിൽ ഹാസ് ഗോട്ട് എൻ ഓപ്ഷണൽ രജിസ്ട്രേഷൻ. ബില്ലിന് വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്യാം, അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യണ്ട. ഓക്കെ, it is not having a compulsory registration alla will. You will study it in Indian Registration Act le പഠിക്കും. ഓക്കെ, അപ്പം ഞാൻ ഇതുവരെ പറഞ്ഞതില് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിടുകയാണ്. ബിക്കോസ് എനിക്ക് അറിയില്ല ഇവിടെ പലരും ഉറങ്ങുകയാണോ അതോ ഇരിക്കുന്നുണ്ടോ. എനിക്ക് എവിടെന്നും ഒരു ഇതും കേൾക്കാത്തത് കൊണ്ട് ഐ എം നോട്ട് ഷുവർ. ഇത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത് തന്നെയാണ്. ഐ എം ജസ്റ്റ് റിവൈസിങ് ഇറ്റ്. ഇതിൽ ബേസിക്കലി നിങ്ങൾ നോക്കേണ്ട കാര്യങ്ങള് ഈ ആനിമൽസിന്റെ കാര്യം ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ആൻഷ്യന്റ് ആയിട്ടുള്ള ഇത് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നാണ്. അറ്റ്ലീസ്റ്റ് ഒരു മോഡേൺ ലോന്റെ ഇതെന്താന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കണം. ഓക്കെ, പിന്നെ ആനിമൽസിന്റെ എക്സെപ്ഷൻ വരുന്നത് നമ്മൾ ആ ഒരു അവരുടെ ഒരു കെയർ അല്ലെങ്കിൽ നമ്മൾ വേറൊരാൾക്ക് കൊടുക്കുകയാണത്, വി ആർ ബെക്വസ്റ്റിംഗ് ഇറ്റ് ഫോർ കെയർ. അങ്ങനെയുള്ള സാഹചര്യങ്ങളാണ്. ദെൻ വി ഹാവ് ഡിസ്കസ് അബൌട്ട് ഡെഡ് പേഴ്സൺ. ഈ ഡെഡ് പേഴ്സണിലോട്ട് വരുമ്പോൾ ഈ 3 പോയിന്റ്സുകൾ മറക്കാൻ പാടില്ല. ഓക്കെ, ചിലപ്പോൾ ഇതായിരിക്കും അവര് MCQല് ഓരോ പോയിന്റ് ആയിട്ട് തരിക. ഓക്കെ, ബോഡി, റെപ്യൂട്ടേഷൻ, പ്രോപ്പർട്ടി. ക്ലിയർ ആണോ? ഓക്കെ, പിന്നെ ബോഡി എങ്ങനെയാണ് വരുന്നത്, ദാറ്റ് ഇസ് അബൌട്ട് ഡീസന്റ് ബറിയൽ. പിന്നെ റെപ്യൂട്ടേഷൻ എങ്ങനെയാണെന്ന് വരുന്നത് നമ്മുടെ ഡെഫമേഷനിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് റിലേറ്റീവ്സിനെ അത് ബാധിക്കുമ്പോഴാണ്. അപ്പോഴും നിയമം ആരെയാണ് കൺസിഡർ ചെയ്യുന്നത്? മരിച്ച ഒരാളിനെ ഡെഫമേഷൻ ചെയ്യുമ്പോൾ അത് ജീവിച്ചിരിക്കുന്ന ഒരാളുകളിലേക്ക് വരുമ്പോഴാണ്. ഓക്കെ, പിന്നെ പ്രോപ്പർട്ടി എസ്റ്റേറ്റ് ആണ്. അൺബോൺ പേഴ്സൺ. അൺബോൺ പേഴ്സണെ പറ്റി ഞാൻ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർക്കാണ്, ഹൂ ക്യാൻ ആൻസർ അബൌട്ട് അൺബോൺ പേഴ്സൺ? ഷെൽബിൻ ലാസ്റ്റ് ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? ആബ്സെന്റ് ആയിരുന്നു. ഓക്കെ, സോ ടെൽ മീ, നമ്മൾ എന്തായിരുന്നു അൺബോൺ പേഴ്സണിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നത്? എന്തെങ്കിലും നിങ്ങൾ ഓർമ്മയിലുള്ളത് പറഞ്ഞാൽ മതി കേട്ടോ. പ്രോപ്പർട്ടി റൈറ്റ്സ് ഉണ്ടാവും. പ്രോപ്പർട്ടി റൈറ്റ്സ് ഉണ്ടായിരിക്കും. അൺബോൺ പേഴ്സണെ ഡയറക്റ്റ് ആയിട്ട് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, പിന്നെ എനിബഡി എനി അതർ പോയിന്റ്സ് അപ്പാർട്ട് ഫ്രം ദിസ്? പ്രയർ ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ പ്രോപ്പർട്ടി. ഓക്കെ, ഫൈൻ. ഇനി അപ്പാർട്ട് ഫ്രം ദാറ്റ് വേറെ ഏതെങ്കിലും പോയിന്റ്സ് ഉണ്ടോ? എനിബഡി ക്യാൻ എനിവൺ ടു ആഡ് എനി അതർ പോയിന്റ്സ്? മാം, റൂൾ അഗൈൻസ്റ്റ് പെർപെച്യൂണിറ്റി. ഓക്കെ ഫൈൻ. അപ്പം ബേസിക്കലി നമ്മള് when we come to unborn person, okay, unborn person എന്ന് പറയുമ്പോൾ നമുക്കറിയാം that person is not born അല്ലെ. അതിന്റെ മുന്നേ I just tell you about. Okay, നമ്മൾക്കറിയാം അൺബോൺ പേഴ്സൺ ഒരു ലീഗൽ സ്റ്റേറ്റസ് എന്ന് പറയുകയാണെങ്കിൽ he has no legal personality ആണ് ഇൻ ജനറൽ. ഓക്കെ, അപ്പം നിയമം ഇതിന് 2 രീതിയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന്, വൂമ്പിലുള്ള ചൈൽഡ് who is in the uterus, womb-ൽ ഉണ്ട് ആ കുട്ടി. ഓക്കെ, ആസ് എൻ എംബ്രിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ that child is in the womb of mother. അല്ലെങ്കിൽ കൺസീവ് ചെയ്തിട്ടില്ല, ഒരു ഫ്യൂച്ചർ അൺബോൺ ആയിട്ട് ജനിക്കാൻ
പോകുന്ന ഒരു കുട്ടി, ഇതുവരെ ജനിച്ചിട്ടില്ല, അല്ലെങ്കിൽ എന്താ പറയാ, ദ ചൈൽഡ് ഇസ് നോട്ട് ഈവൻ ഇൻ ദ വൂമ്പിൽ പോലും ഇല്ല. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ നിയമത്തിൽ ഇങ്ങനെയാണ് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ റൈറ്റ് ആർക്കാണ് കൊടുക്കുന്നത്? ചൈൽഡ് ഇൻ ദ വൂമ്പിനാണ് ഇവിടെ റൈറ്റ് പോകുന്നത്. എങ്കിലും റൈറ്റ് വരുന്നത് ലിമിറ്റഡ് ആയിട്ടുള്ള റൈറ്റ്സ് മാത്രമേ ഉള്ളൂ. ഒരു കണ്ടീഷൻ അവിടെ ഉണ്ട്. എന്താണ് ആ കണ്ടീഷൻ? ഇഫ് ദ ചൈൽഡ് ഈസ് ബോൺ അലൈവ്. ഓക്കെ, അലൈവ് ആയിട്ട് ബോൺ ചെയ്താലാണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഇന്ത്യൻ ലീഗൽ സിസ്റ്റത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്കറിയാം ഡെഡ് പേഴ്സൺസിന് ശരിക്കും പറയുകയാണെങ്കിൽ അത്ര വലിയ റൈറ്റുകളൊന്നും നമ്മളൊരു ഹോളിസ്റ്റിക്കലി നോക്കുന്ന സമയത്ത് അധികം ഒന്നുമില്ല, അല്ലെ? 3 എണ്ണത്തിലേക്ക് കൺഫൈൻ ചെയ്ത് പോയിട്ടുണ്ട്. അല്ലാതെ നമ്മൾ കുറച്ചും കൂടി അതിനെ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ when we compare a dead person with unborn person ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് അൺബോൺ ആയിട്ടുള്ള ആളുകൾക്ക് കുറച്ചും കൂടിയും റൈറ്റുകൾ അല്ലെങ്കിൽ കുറച്ചും കൂടിയും ഒരു റെക്കഗ്നിഷൻ നമുക്ക് വേണമെങ്കിൽ നമുക്കൊന്ന് കാണാൻ സാധിക്കും. അതിൽ നമ്മൾ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് തന്നെയാണ് സെക്ഷൻ 13. സെക്ഷൻ 13 പറയുന്നത് നമ്മളൊരു അൺബോൺ പേഴ്സണ് നമ്മൾ കൊടുക്കുന്നതിനെ പറ്റിയിട്ടാണ്. ഒരു അൺബോൺ പേഴ്സണ് നമ്മൾ പ്രോപ്പർട്ടി കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ ഒരു ലൈഫ് ഇൻട്രസ്റ്റ് അവിടെ കൊടുക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, സോറി, ലൈഫ് ഇൻട്രസ്റ്റ് അല്ല, ഒരു പ്രയർ ഇൻട്രസ്റ്റ്. നമുക്ക് ഒറ്റയടിക്ക് നേരിട്ടായിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. പേ എന്ന് പറയുന്ന ഒരാൾക്ക്, ഒരു അൺബോൺ ആയിട്ടുള്ള ഒരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എ കനോട്ട് ട്രാൻസ്ഫർ ഇറ്റ് ഡയറക്ട്ലി. ഓക്കെ, അതിന്റെ ഇടയിൽ ഒരു ലൈഫ് ഇൻട്രസ്റ്റ് ബി എന്ന് പറയുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അയാളുടെ ജീവിതകാലം മുഴുവൻ അയാൾക്ക് ലൈഫ് ലോങ് ആ പ്രോപ്പർട്ടി എൻജോയ് ചെയ്യാം. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇറ്റ് വിൽ ഗോ ടു ദിസ് അൺബോൺ. ഇടയിൽ ഒരു ലൈഫ് ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. മനസ്സിലായോ? അപ്പൊ അതാണ് അണ്ടർ സെക്ഷൻ 13 ഓഫ് ദി ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിലാണ്. അത് നമ്മൾ TP പഠിക്കുമ്പോൾ നിങ്ങൾ അത് ഡീറ്റെയിൽ ആയിട്ട് അതിൽ പഠിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഈ ലോ അഗെയിൻസ്റ്റ് പെർപെച്യൂറ്റി എന്ന് പറയുന്ന സെക്ഷൻ 14 വരുന്ന കോൺസെപ്റ്റ് ഇവിടെ നമ്മൾ അത് ഇതിന്റെ ഒരു എക്സ്റ്റെൻഡഡ് ഫോം ആണ്. അതിപ്പോ ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറെ ലൈഫ് ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഇതിനെങ്ങോട്ട് കുറെ ആളുകളുടെ ഇടയിൽ നമുക്ക് കൊണ്ടുവരാനൊന്നും പറ്റില്ല. ഈ അൺബോണിന് ഈ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യാൻ ഒരു ടൈം ഓഫ് ലിമിറ്റേഷൻ വെക്കുന്നുണ്ട്. അതിനുള്ളിൽ കൊടുക്കണം. നമുക്കിപ്പോ കുറെ ആളുകളൊന്നും ഉള്ളിൽ വെക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ലൈഫ് ഇൻട്രസ്റ്റ് കൊടുക്കാൻ, അല്ലെങ്കിൽ ഇത്ര സമയം, അല്ലെങ്കിൽ ഇപ്പൊ ചില ആളുകൾ പ്രോപ്പർട്ടി ഒക്കെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമ്മൾ കുറെ കാലങ്ങളിലേക്ക് ഇങ്ങനെ വെക്കും. അപ്പം അതിനൊക്കെ ഒരു എതിരായിട്ടാണ് പെർപെച്യൂറ്റി. ഐ എം നോട്ട് ഗെറ്റിംഗ് ഇൻ ടു ദാറ്റ് ടോപ്പിക്, ദാറ്റ്സ് നോട്ട് റെലവെന്റ് ഹിയർ. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഐ എം മേക്കിംഗ് ഇറ്റ് വെരി സിമ്പിൾ. നമ്മൾ ഒരു അൺബോൺ ആയിട്ടുള്ള ഒരാൾക്ക് നമ്മൾ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത്, ലൈക്ക് ഐ സെഡ്, നമുക്ക് ഒറ്റയടിക്ക് നേരിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ഇടയിൽ നമ്മളൊരു ലൈഫ് ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്നിട്ടാണ് നമുക്കത് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. വീണ്ടും എനിക്ക് ആ ടേം എപ്പോഴും മാറിപ്പോകും. ഇറ്റ്സ് നോട്ട് ലൈഫ് ഇൻട്രസ്റ്റ്, ഇറ്റ്സ് പ്രയർ ഇൻട്രസ്റ്റ്. പ്രയർ, യെസ്, തൊട്ട് മുന്നേ ഒരാൾക്ക് ഒരു ഇൻട്രസ്റ്റ് കൊടുക്കണം, പ്രയർ ഇൻട്രസ്റ്റ് കൊടുക്കണം. ആൻഡ് അതിനുശേഷമാണ് നമ്മൾ അൺബോണിലേക്ക് പോകുന്നത്. ആൻഡ് ഓൾസോ ഈ പ്രയർ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ബി എന്ന് പറയുന്ന ആൾക്ക് ഈ അൺബോൺ ബെനിഫിഷ്യറി അത് എടുക്കുന്നതിന് മുന്നേ തന്നെ അയാൾ അത് എൻജോയ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിനുശേഷമാണ് ഇറ്റ് വിൽ ഗോ ടു ദ അൺബോൺ. ഓക്കെ, പിന്നെ ഈ ഒരു സെക്ഷൻ 13 ഒരു സിമിലർ ആയിട്ടുള്ള സാധനം യു ക്യാൻ സീ ഇൻ ഇന്ത്യൻ സക്സഷൻ ആക്ട് ഓഫ് സെക്ഷൻ 114. ഓക്കെ, ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടും ഇന്ത്യൻ സക്സഷൻ ആക്ടും തമ്മിലുള്ള എന്തുകൊണ്ടാണ് ഇത് ഒരേ കോൺസെപ്റ്റ് രണ്ട് സ്റ്റാറ്റ്യൂട്ടിൽ പറഞ്ഞിട്ടുള്ളത്? വാട്ട് ഇസ് ദ നേച്ചർ ഓഫ് ദീസ് ബോത്ത് ദീസ് സ്റ്റാറ്റ്യൂട്ട്സ്? എനിബഡി ക്യാൻ ആൻസർ? ഇപ്പം ഇത് രണ്ടും ഒരേ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലെ? രണ്ടിലും 114 ഓഫ് ഇന്ത്യൻ സക്സഷൻ ആക്ടും ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടും ഒരേ കാര്യം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഈ രണ്ട് ആക്ടുകൾ, ഹൗ ദീസ് ടു ആക്ട്സ് ഡിഫർ? ആർക്കെങ്കിലും ഒന്ന് ആലോചിച്ചിട്ട് ട്രൈ ടു ആൻസർ. മൂവബിൾ പ്രോപ്പർട്ടീസ് അതാണോ? അല്ല. ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിൽ ഇറ്റ് ഇൻക്ലൂഡ്സ് ബോത്ത് മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ. ഓക്കെ, ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സെയിൽ, എക്സ്ചേഞ്ച്, മോർഗേജ് ഒക്കെയാണ് പറയുന്നത്. പക്ഷേ സക്സഷൻ ത്രൂ ദ സക്സഷൻ ഇസ് ദ പ്രോസസ് ബൈ വിച്ച് അക്വയറിംഗ് ദാറ്റ് പേഴ്സൺ ഗെറ്റിംഗ് ദ പ്രോപ്പർട്ടി ആണെന്നാണ് എന്റെ ഒരു അസംഷൻ. അല്ല, ഒന്നും കൂടി അതിന്റെ ഒരു നേച്ചർ കുറച്ച് ഡിഫറെന്റ് ആണ്. ഒന്നും കൂടി ഒന്ന് ആലോചിച്ചാൽ കിട്ടും. ഓക്കെ, ഐ വിൽ കം ടു ദ ആൻസർ. ഓക്കെ, ഇന്ത്യൻ സക്സഷൻ ആക്ട് എന്താണ് ശരിക്കും? വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദി സക്സഷൻ? എന്താണ് ഇന്ത്യൻ സക്സഷൻ ആക്ട്? എന്താ ശരിക്കും? അതൊന്ന് പറഞ്ഞ ആരെങ്കിലും. എന്താ ആ ആക്ടിലൂടെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്?
ഒരാൾ മരിച്ചു കഴിയുമ്പോഴാണ് ഒരാള് മരിച്ചു കഴിയുമ്പോൾ ആരാണ് അടുത്ത അവകാശി എന്നുള്ളതാണ് അല്ലെ. ഓക്കെ, അതാണ് ഇന്ത്യൻ സക്സഷൻ ആക്ട്. അതിൽ കറക്റ്റ് പറയുന്നുണ്ട് നമ്മളെ ഷെയർ എങ്ങനെ പോകണം, എന്താണ് വില്ല് ഉണ്ടെങ്കിൽ എങ്ങനെ കാര്യങ്ങൾ, അതൊക്കെയാണ് ഇന്ത്യൻ സക്സഷൻ ആക്ടില്. ഹൂ ഈസ് ഗോയിങ് ടു സക്സീഡ് യു അല്ലെ, നമ്മളെ പ്രോപ്പർട്ടി ആരാണ് ഇനി സക്സീഡ് ചെയ്യാൻ പോകുന്നത് ആഫ്റ്റർ ദാറ്റ് പേഴ്സൺസ് ഡെത്ത്. ഓക്കെ ഫൈൻ. വാട്ട് അബൌട്ട് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട്? അപ്പൊ അതോ ഇന്ത്യൻ സക്സഷൻ അതിനൊരു ഹിന്ദു ജോയിന്റ് ഫാമിലി മാം ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടില് മരിക്കുന്നതിന് മുമ്പും ജനിച്ചു കഴിഞ്ഞിട്ടുള്ള ട്രാൻസ്ഫർ ആണ് മാം. പ്രസന്റ് ഇല്ല, അതായത് ട്രാൻസ്ഫർ ഇല്ല. ഫ്യൂച്ചർ അല്ല, അല്ല ഫ്യൂച്ചർ ട്രാൻസ്ഫർ ഇവിടെ വരുന്നുണ്ടല്ലോ. യു ആർ ട്രാൻസ്ഫറിംഗ് ടു ആൻ അൺബോൺ പേഴ്സൺ, ദാറ്റ് ഇസ് കൈൻഡ് ഓഫ് എ ഫ്യൂച്ചർ ട്രാൻസ്ഫർ. സക്സഷനില് അങ്ങനല്ല, ഞാൻ പറയാം. ഈ ഓൾമോസ്റ്റ് അതിനെ ചുറ്റി പറ്റിയിട്ടാണ് ഞാൻ ഒന്നുകൂടി ക്ലിയർ ആക്കി തരാം. ഐ ഡോണ്ട് വാണ്ട് ടു ക്രിയേറ്റ് മോർ കൺഫ്യൂഷൻ ഫോർ യു. നിങ്ങൾ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടില് സെക്ഷൻ 5 സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു ഹെഡിങ് ഉണ്ട്. ആരെങ്കിലും കയ്യിൽ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് ഉണ്ടെങ്കിൽ ബിറ്റ്വീൻ പാർട്ടീസ് ആണ്. ബൈ ആക്ട് ഓഫ് പാർട്ടീസ്. ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടില് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുക, ദിസ് ആക്ട് ഗവേൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് പാർട്ടീസിന്റെ ആക്ട് പ്രകാരമാണ്. ഇപ്പൊ എന്റെ പ്രോപ്പർട്ടി ബൈ ഓപ്പറേഷൻ ഓഫ് ലോ ആണ്. അതെ, ബൈ ഓപ്പറേഷൻ ഓഫ് ലോ ആണ് വരുന്നത്. മറ്റേത് ആക്ട് ഓഫ് പാർട്ടീസ് ആണ് വരുന്നത്. മനസ്സിലായോ? മറ്റേത് ഒരാള് മരിച്ചു കഴിഞ്ഞതിന് ശേഷം അയാളുടെ പ്രോപ്പർട്ടി നിയമമാണ് പിന്നെ ടേക്ക് ഓവർ ചെയ്യുന്നത്. മറ്റേത് അങ്ങനെയല്ല. എന്റെ വീട് ഞാൻ എക്സ് എന്ന് പറയുന്ന ആൾക്ക് സെയിൽ ചെയ്യാണ്, ദാറ്റ് വിൽ ബി അണ്ടർ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട്, ബിക്കോസ് അത് ആക്ട് ഓഫ് പാർട്ടീസ് ആണ്. ഞാനും എക്സ് എന്ന് പറയുന്ന ഒരാളും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടീഷൻസ് വെക്കാണ്, നമ്മൾ ഓക്കെ ആണ്, സോ ഐ എം ട്രാൻസ്ഫറിംഗ് മൈ പ്രോപ്പർട്ടി. വെറാസ് വെൻ യു കം ടു ഇന്ത്യൻ സക്സഷൻ ആക്ട്, ദാറ്റ് ഇസ് ഡിഫറെന്റ്. അവിടെ മരിച്ചു ഒരാൾ അവിടെ മരണപ്പെട്ടു, അയാളുടെ പ്രോപ്പർട്ടി ഇനി അങ്ങോട്ട് ഓപ്പറേഷൻ ഓഫ് ലോയിലാണ് പോകുന്നത്, അല്ലെങ്കിൽ ആ സക്സഷന്റെ റൂൾസ് അനുസരിച്ചാണ് പോകുന്നത്. മനസ്സിലായോ? അതുകൊണ്ടാണ് ഒരേ കാര്യം രണ്ട് സ്ഥലത്ത് പറഞ്ഞത്. ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ, എല്ലാവർക്കും മനസ്സിലായല്ലോ? ഓക്കെ, അപ്പം ഇവിടെ അത് തന്നെയാണ് പറയുന്നത്. ഇപ്പം ഒരു കുട്ടി, അച്ഛൻ മരിക്കുകയാണ്, അമ്മയുടെ ഗർഭപാത്രത്തിൽ ആ കുട്ടി കൺസീവ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതെങ്ങനെ പോകുന്നുണ്ട് നമുക്ക്? ഇന്ത്യൻ സക്സഷൻ ആക്ടിലെ സെക്ഷൻ 114 അനുസരിച്ച് ഒരു പ്രയർ ഇൻട്രസ്റ്റ് അവിടെ, ലൈഫ് ഇൻട്രസ്റ്റ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം ഫസ്റ്റ്ലി. അതിനുശേഷം അത് ആ കുട്ടിയിലേക്ക് പോവും എന്നാണ് പറയുന്നത്. പിന്നെ അവിടെ ഒരു കണ്ടീഷൻ, ഇവിടേക്കുള്ള ഒരു കണ്ടീഷൻ എന്ന് പറയുകയാണെങ്കിൽ ആ കുട്ടി അവിടെ ജനിച്ചിട്ടുണ്ടായിരിക്കണം. ദാറ്റ് ഇസ് എ കണ്ടീഷൻ. ഓക്കെ, ഇനി നമ്മൾ മിതാക്ഷര ലോയില് ഹാവ് യു ഹേർഡ് അബൌട്ട് കോപ്പാസിനറി പ്രോപ്പർട്ടിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടില്ലേ? കോപ്പാസിനറി പ്രോപ്പർട്ടി. ഓക്കെ, എന്താണ് കോപ്പാസിനറി പ്രോപ്പർട്ടി? ഹു ക്യാൻ എക്സ്പ്ലെയിൻ ഇറ്റ്? ഇതിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ഡോണ്ട് വാല്യുവേറ്റ് യുവർ സെൽഫ് ലൈക്ക് എല്ലാവർക്കും അറിയാം എനിക്കറിയില്ല അങ്ങനെയുള്ള. ഞാനത് കുറച്ചുകൂടി ഇന്ററാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഇതിൽ പലരും ആൻസർ ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് മടിയായിട്ടാവും. പക്ഷെ ഞാനിതിങ്ങനെ ചോദിക്കാൻ കാരണം ഐ വോണ്ടഡ് ടു മേക്ക് ഇറ്റ് ആസ് എൻ ഇന്ററാക്റ്റീവ്. വെറുതെ ഞാനിവിടെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോൾ യു മേ ഫൈൻഡ് ഇറ്റ് ബോറിംഗ്. ഓക്കെ, സോ ടെൽ മീ, എന്താണ് നിങ്ങൾ എന്ത് പൊട്ടത്തരായാലും ഡസന്റ് മാറ്റർ, അതൊന്നും ഇവിടെ വിഷയമല്ല. ജസ്റ്റ് ടെൽ മീ ദ ആൻസർ. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? വാട്ട് യു തിങ്ക്? ഈ കോപ്പാസിനറി എന്ന് പറഞ്ഞാൽ എന്താ? ഇതെന്തായാലും നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു സാധനമല്ല. ജോയിന്റ് ഹിന്ദു ഫാമിലിയില് പണ്ട് ജോയിന്റ്, അതെ, മിതാക്ഷര ലോയില് ഉള്ള ഒരു സംഭവമാണ് ജോയിന്റ് ഹിന്ദു ഫാമിലി. അതായത് ഒരു കർത്ത ഉണ്ടായിരിക്കും അല്ലെ? കർത്തയൊക്കെ ഇവിടെ അല്ലേ വരുന്നത്? ഓക്കെ, അപ്പൊ അത് അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആണ്. ഓക്കെ, ഒരു ഹിന്ദു ലോ അനുസരിച്ച് മിതാക്ഷര ലോ ആൻഡ് ദയാബഗ ലോ എന്ന് പറഞ്ഞിട്ട് രണ്ട് ലോസ് ഉണ്ട്, രണ്ട് സ്കൂൾസ് ഓഫ് ലോ ഉണ്ട് ഹിന്ദു ലോയില്. അതിലുള്ള മിതാക്ഷര ലോയില് ഉള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഈ കോപ്പാസിനറി പ്രോപ്പർട്ടി. അതായത് അയാൾക്ക് ജനിക്കുമ്പോൾ തന്നെ ആ പ്രോപ്പർട്ടിയിൽ റൈറ്റ് ഉണ്ടാവാണ്. ഓക്കെ, വേണമെങ്കിൽ അയാൾക്ക് അത് ഏലിയനേറ്റ് ചെയ്യാം, ട്രാൻസ്ഫർ ചെയ്യാം, അതൊക്കെ പറ്റും. ഓക്കെ, അപ്പൊ മിതാക്ഷര ലോയില് ചൈൽഡ് ഹാസ് എൻ ഇൻട്രസ്റ്റ്. ഓക്കെ, ഒരു അൺബോൺ ചൈൽഡ് ആണെങ്കിലും ദാറ്റ് ചൈൽഡ് ഇൻ ദ വൂം ട്രീറ്റഡ് ഓൾറെഡി ഇൻ ചില കാര്യങ്ങളിലോട്ടൊക്കെ വരുമ്പോൾ ഓൾറെഡി വൂമ്പിലുള്ള ഒരു കുട്ടിയെ അവർ ഒരു പേഴ്സൺ ആയിട്ട്, ഒരു ജനിച്ച ഒരു പേഴ്സൺ ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, അങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഓൾറെഡി ഇൻ എക്സിസ്റ്റൻസ് എന്നുള്ള രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത് ഫോർ സർട്ടൻ പർപ്പസസ്. എല്ലാ രീതിയിലും അല്ല, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും അല്ല, ഫോർ സർട്ടൻ പർപ്പസസ്. ആൻഡ് ആ ചൈൽഡിന് ഇൻട്രസ്റ്റ് ഇൻ കോപ്പാസിനറി പ്രോപ്പർട്ടി എന്നാണ് പറയുന്നത്. ഓക്കെ, നൗ നമ്മള് ക്രിമിനൽ ലോ എടുക്കുകയാണെങ്കിൽ you have to find out the sections
ഓക്കെ, സിമിലർ ടു BNS. BNS-ലുള്ള സെക്ഷനും BNSS-ലുള്ള സെക്ഷനും ട്രൈ ടു ഫൈൻഡ്. ഓക്കെ, അപ്പൊ IPC-ല് പ്രീനേറ്റൽ ഇൻഷുറി, നമ്മൾ ഒരു അൺബോൺ ആയിട്ടുള്ള ഒരു കുട്ടി, ആ കുട്ടി എന്താ പറയാ ലൈവായിട്ട് ജനിക്കാനുള്ള എല്ലാ കേപ്പബിലിറ്റി ഉള്ള ആ ഒരു കുട്ടിക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രീനേറ്റൽ ഇൻജുറി, അതായത് അമ്മയുടെ ആ ഗർഭപാത്രത്തിൽ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇഞ്ചുറി ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഇഞ്ചുറിയിലൂടെ ആ കുട്ടിന്റെ ജനനത്തെ പ്രിവെന്റ് ചെയ്യാണ് അല്ലെങ്കിൽ ബർത്തിനെ പ്രിവെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് എൻ ഒഫൻസ് ഓഫ് ചൈൽഡ് ഡിസ്ട്രക്ഷൻ. ഓക്കെ, അപ്പം നമുക്ക് ഇതിന്ന് മനസ്സിലാക്കാനുള്ള കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഒരു IPC-ൽ ഇത്തരത്തിലൊരു സെക്ഷൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഒഫൻസ് കൊണ്ടുവന്നിട്ടുള്ള ഒരു കാര്യം എന്താണ്, ഇത്തരത്തിലൊരു പ്രീനേറ്റൽ ഇഞ്ചുറി വരികയാണ്. അപ്പൊ ആ ഗർഭപാത്രത്തിലുള്ള ആ കുട്ടി അല്ലെങ്കിൽ വൂമ്പിലുള്ള കുട്ടിയാണ് അവിടെ കൊല്ലുന്നത്, അല്ലെ? ആ കുട്ടി എല്ലാ രീതിയിലും ജനിക്കേണ്ട കുട്ടിയായിരുന്നു, പക്ഷെ അതിനെ കൊല്ലുകയാണ്. അപ്പൊ അതിനെ നമ്മൾ എന്തായിട്ട് തന്നെയാണ് ഒരു ഒഫൻസ് ആയിട്ട് തന്നെ അവിടെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവന്റോ ആ കുട്ടി ജനിച്ചിട്ടില്ലെങ്കിലും ആ കുട്ടിയെ നമ്മൾ ഇവിടെ എന്തെങ്കിലും തരത്തില് കൊല്ലുകയാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഡെത്ത് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ആ കുട്ടിക്ക് അവിടെ ഒരു റൈറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതൊരു ക്രിമിനൽ ഒഫൻസ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി ഇപ്പൊ ചിലപ്പോ നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യം തന്നെയാണ്, ഒരു പ്രഗ്നന്റ് വിമൻ നമ്മൾ ഡെത്ത് സെന്റൻസ് കൊടുക്കുന്ന സമയത്ത് ഹൈക്കോടതി എന്ത് ചെയ്യുന്നുണ്ട്, പോസ്റ്റ്പോൺ ചെയ്യുന്നുണ്ട് എക്സിക്യൂഷൻ. ആ കുട്ടിക്ക് ഇത്ര വയസ്സ് വരെ എന്നുള്ള രീതിയിൽ പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു വിമൻ ആണെന്നുണ്ടെങ്കിൽ പോസ്റ്റ്പോൺ ചെയ്യും എക്സിക്യൂഷൻ, അല്ലെ? അപ്പൊ അവർ സെന്റൻസ് കമ്മ്യൂട്ട് ചെയ്യാണ്, ആ ഒരു കാലം വരെ അവർ സെന്റൻസ് കമ്മ്യൂട്ട് ചെയ്യാണ്. കമ്മ്യൂട്ട് ചെയ്യാൻ മീൻസ് കുറച്ച് കൊണ്ടുവരിക, ലൈഫ് ഇംപ്രിസൺമെന്റ് ആക്കി കുറയ്ക്കും. ഓക്കെ, അപ്പൊ CRPC-ലെ 416 ഇസ് ദ സെക്ഷൻ. ഓക്കെ, ഇനി നമ്മൾ വെൻ യു കം ടു ടോട്ട് ലോ, സിവിൽ ലോസ് ഒക്കെ ആണെങ്കിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ടോട്ട്സിലൊക്കെ. അതായത് ഇപ്പം നാളെ ആ ചൈൽഡ് ഒരു കനാഡിയൻ കേസിലൊക്കെ യൂഷ്വലി വി ട്രീറ്റ് ഇൻ ടോട്ടിൽ നമുക്ക് ഇങ്ങനെയൊക്കെ പല കേസസും കാണാൻ സാധിക്കും. അതായത് നാളെ ആ കുട്ടി ബോൺ അലൈവ് ആണെന്നുണ്ടെങ്കിൽ he can claim damages for torts for deformities caused by negligent prenatal injury to the mother. മദറിന് എന്തെങ്കിലും രീതിയിലുള്ള പ്രീനേറ്റൽ ഇഞ്ചുറീസ് ആ കുട്ടി ഗർഭസ്ഥ ശിശുവായിരിക്കുന്ന സമയത്ത് കൊടുക്കാണ്, എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇഞ്ചുറി ആ അമ്മയ്ക്ക് വരികയും അതുമൂലം ആ കുട്ടി ജനിച്ചതിന് ശേഷം ആ കുട്ടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരികയാണെന്നുണ്ടെങ്കിൽ, ഇഞ്ചുറി കോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് പിന്നീട് എന്ത് ചെയ്യാൻ പറ്റും, ടോട്ട്സിൽ പോയിട്ട് ഡാമേജസ് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു കേസൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു, ഐ ഡോണ്ട് റിമെമ്പർ ദ നെയിം. ബസ്സിൽ ഇതേപോലെ പോകുന്ന സമയത്ത് ഒരു നെർവസ് ഷോക്ക് എന്തോ വന്നിട്ട് ടോട്ട്സിൽ, എനിക്ക് അതിന്റെ പേരൊന്നും ഓർമ്മയില്ല. അപ്പൊ അങ്ങനെ നമുക്ക് ചോദിക്കാൻ പറ്റും, ആ കുട്ടിക്ക് ജനിച്ചതിന് ശേഷം ചോദിക്കാമെന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ? ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ, അപ്പൊ ഇതിലൊരു മാക്സിം ഉണ്ട്, Nasciturus projam nato habiter. One who is to be born is deemed to have been born. ജനിക്കാൻ പോകുന്ന ഒരാളെ നമ്മൾ ജനിച്ച ഒരാളായിട്ടാണ് കൂട്ടുന്നത്. One who is to be born is deemed to have been born. Law treats a conceived child as already born whenever it benefits the child. എവിടേക്കാണോ ആ ചൈൽഡിനെ ബെനിഫിറ്റ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരുന്നത്, ആ സർക്കംസ്റ്റാൻസസിലൊക്കെ നമ്മൾ ആ കുട്ടിയെ ജനിച്ചതായിട്ടാണ് അല്ലെങ്കിൽ ഓൾറെഡി ഒരു ജനിച്ച ഒരു കുട്ടിയായിട്ടാണ് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ? ഓക്കെ, ഇനി ഇവിടെ നേച്ചർ ഓഫ് റൈറ്റ്സ് നമ്മൾ നോക്കുന്ന സമയത്ത് ദിസ് ഇസ് എ കണ്ടിജന്റ് റൈറ്റ് ആണ്, അല്ലെ? അൺബോൺ ആയിട്ടുള്ള ഒരു കുട്ടിക്ക് വരുന്ന റൈറ്റിന്റെ നേച്ചർ ഇസ് എ കണ്ടിജന്റ് റൈറ്റ് ആണ്. വൈ ഇറ്റ് ഇസ് കോൾഡ് എസ് കണ്ടിജന്റ് റൈറ്റ്? കാരണം ഇവിടെ ഒരു കണ്ടീഷൻ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യണം. എന്താണ് ആ കണ്ടീഷൻ? ആ കുട്ടി അവിടെ ജനിച്ചിരിക്കണം, അല്ലെ? a child being born alive. എങ്ങനെ ജനിച്ചിരിക്കണം? ജീവനോടെ അലൈവ് ആയിട്ട് ജനിച്ചിട്ടുണ്ടായിരിക്കണം, എങ്കിൽ മാത്രമാണ് അത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അപ്ലിക്കബിൾ ആവുള്ളൂ, അല്ലെ? ഇഫ് ദ ചൈൽഡ് ഇസ് നോട്ട് ബോൺ അലൈവ്, ജനിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ നോട്ട്, ആ റൈറ്റ്സുകൾ ഇസ് നോട്ട് ഗോയിങ് ടു അറൈസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഡാമേജസ്, നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫീറ്റസിന് എന്തെങ്കിലും ഡാമേജസ് കോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇഫ് ദ മദർ വാസ് നോട്ട് ടു ബി പ്രഗ്നന്റ്, അതിൽ നമുക്ക് വായിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ തന്നെ ഫാദറിന്റെ ഡെത്ത് മോട്ടോർ വെഹിക്കിൾസ് ആക്ട് വഴി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, കുട്ടി ജനിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടിയിൽ ആർക്കാ പോവാ? അത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട്, ജനിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാ മരിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ലീഗൽ ഹയേഴ്സിനായിട്ട് പോകും. ആ കുട്ടിയെ നമ്മൾ ജനിച്ചതായിട്ട് കാൽക്കുലേറ്റ് ചെയ്യും.
സാധാരണ ഇപ്പൊ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നിട്ട് മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാ പോവാ? അവരുടെ ലീഗൽ ഹയർസിലോട്ടല്ലേ പോവാ. അതേപോലെ ആ കുട്ടിയുടെ ലീഗൽ ഹയർസിലോട്ട് തിരിച്ചു പോകും. അതായത് ആ കുട്ടിക്ക് കുട്ടിയിലോട്ട് വന്നിട്ട് പിന്നെ തിരിച്ചു പോകും. സിബ്ലിങ്സിനാണോ? അതായത് അത് ഓരോ പേഴ്സണൽ ലോ അനുസരിച്ചിട്ടാണ് പോവാ. ഇറ്റ് ഡിപെൻഡ്സ്. കുട്ടിയൊന്നുമില്ല, ആകെ ഒരു കുട്ടിയുള്ളെങ്കിൽ ആ കുട്ടികളുണ്ടെങ്കിൽ ഇപ്പൊ ഹിന്ദു ലോ ആൻഡ് ക്രിസ്ത്യൻ ലോ ആൻഡ് ശരിയത്ത് ലോ അനുസരിച്ചിട്ടാണ് അത് പോവാ. നമുക്ക് ഡെഫിനറ്റ്ലി അതിപ്പോ ഹിന്ദു ലോ അനുസരിച്ചിട്ടാണ്. ദാറ്റ് ഐ നീഡ് ടു ചെക്ക്, ബിക്കോസ് ഓരോന്നത്തിൽ ഓരോ ഷെയർ ആയിട്ടാണ് പോവാ. അതായത് ഏത് പേഴ്സണൽ ലോ ആണെങ്കിലും സർവൈവിംഗ് ആയിട്ടുള്ള ലീഗൽ ഹയേഴ്സ് ആരാണോ അവരിലേക്ക് അത് തിരിച്ചു പോകും. അമ്മയും അച്ഛനാണെന്നുണ്ടെങ്കിൽ അവരിലേക്ക് അത് തിരിച്ചു പോകും. സിബ്ലിങ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഷെയർ അവർക്ക് പോകും. ഓക്കെ, ജനറലി അങ്ങനെയാണ് വരുന്നത്. സിബ്ലിങ്സ് ഒന്നും ഇല്ലെങ്കിൽ അമ്മയ്ക്ക് പോകുമോന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ് ഡിപെൻഡ്സ്. ഞാൻ പറഞ്ഞല്ലോ, അത് ഓരോ പേഴ്സണൽ ലോ അനുസരിച്ചിരിക്കും. ഓക്കെ, ഓരോ പേഴ്സണൽ ലോ അനുസരിച്ചിരിക്കും. അപ്പം ഇന്ത്യൻ സക്സഷൻ ആക്ട് വഴിയാണ് ക്രിസ്ത്യൻ ലോ പോകുന്നത്. അപ്പൊ അങ്ങനെ ഓരോന്നിലാണ് നമുക്കത് ഇന്ന ആൾക്കാരിന് പോകുന്ന നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല. ഇറ്റ് ഡിപെൻഡ്സ്. ഓക്കെ, പിന്നെ ഓക്കെ, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇനി ലീഗൽ ആൻഡ് ആർട്ടിഫിഷ്യൽ പേഴ്സൺ ഐ വിൽ ഡിസ്കസ് ടുമോറോ. നാളെ നമുക്ക് ക്ലാസ് ഉണ്ട്. അപ്പൊ ലീഗൽ ഓർ ആർട്ടിഫിഷ്യൽ പേഴ്സൺ പാർട്ട് വി ക്യാൻ ഡിസ്കസ് ടുമോറോ. ഓക്കെ, അപ്പൊ ഇതുവരെ ഉള്ളത് ഐ ഹോപ്പ് എവറിത്തിങ് ഇസ് ക്ലിയർ. അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് നമ്മളുടെ പേഴ്സണിന്റെ എന്താ പറയാ, നാച്ചുറൽ പേഴ്സണിന്റെ ഓൾമോസ്റ്റ് കാര്യങ്ങൾ വി ഹാവ് ഡിസ്കസ്ഡ്. ഇനി നമുക്ക് നമ്മുടെ ജൂറിസ്റ്റിക് പേഴ്സണിന്റെ ടോപ്പിക്കിലോട്ടാണ് പോകാനുള്ളത്. ജൂറിസ്റ്റിക് പേഴ്സൺ വിൽ ഡിസ്കസ് ടുമോറോ. ഓക്കെ, അപ്പൊ നമുക്ക് പേഴ്സൺസ് I'll try to complete it by tomorrow. I'll give you examples of കാര്യങ്ങളൊക്കെ ആയിട്ട്, and we have also different theories ഒക്കെ that we'll discuss tomorrow. Okay, അപ്പൊ I think we are about to finish today's class. അപ്പൊ നാളത്തെ ക്ലാസ്സിൽ ഇന്നത്തെ ഞാൻ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചിട്ട് വേണം നിങ്ങൾ വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, വായിക്കാതെ ആരും ബ്ലൈൻഡ് ആയിട്ട് വരരുത്. നാളെ ഈ സമയത്ത് തന്നെയാണ് 9 മണി തൊട്ട് 10 മണി വരെയാണ് ക്ലാസ്. അപ്പൊ നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. അപ്പൊ നിങ്ങൾ ആ ക്ലാസ്സിന്റെ മുന്നേ എങ്കിലും ഒരു 15 മിനിറ്റ്സ് ഒക്കെ എടുത്തിട്ടൊന്ന് വായിച്ചു നോക്കുക. ഓക്കെ, കാരണം ഇത് എക്സാം അടുപ്പിച്ച് എല്ലാം കൂടി വായിക്കുക എന്ന് പറയുമ്പോൾ ദാറ്റ്സ് നോട്ട് ഈസി. അപ്പൊ നമുക്ക് വിൽ ഡിസ്കസ് തിങ്സ് ടുമോറോ. ഇനിയിപ്പോ പുതിയ ടോപ്പിക് ഞാനിപ്പോ എടുക്കുന്നില്ല, അത് നമുക്ക് നാളെ എടുക്കാം. ഓക്കെ, ജൂറിസ്റ്റിക് പേഴ്സണിന്റെ പാർട്ട്. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. വിൽ സീ ടുമോറോ. ഓക്കെ, ഗുഡ് നൈറ്റ്.